ഭാര്യ വന്നെന്താ പറഞ്ഞ്? ചത്തൂടെ മനുഷ്യ. സങ്കീർത്തനം 4:1. Psalm 4:1. ദാവീദിൻ്റെ ഒരു സങ്കീർത്തനമാണിത്. എന്താണ്? തൻ്റെ ഒരു പ്രാർത്ഥനയാണ്. എൻ്റെ നീതിയായ ദൈവമേ, ഞാൻ വിളിക്കുമ്പോൾ ഉത്തരമരുളണമേ. ഞാൻ ഞെരുക്കത്തിൽ ഇരുന്നപ്പോൾ നീ എനിക്ക് വിശാലത വരുത്തി. എന്നോട് കൃപ തോന്നി എൻ്റെ പ്രാർത്ഥന കേൾക്കണമേ. താൻ പ്രാർത്ഥിക്കുന്നത് ആദ്യം പറയുക, ഞാൻ വിളിക്കുമ്പം ഉത്തരമരുളണം. അടുത്തത്, കൃപ തോന്നി എൻ്റെ പ്രാർത്ഥന കേൾക്കണം. എൻ്റെ പ്രാർത്ഥന കേൾക്കുകയും ഉത്തരം തരികയും വേണം. അതാണ് വിഷയം. പക്ഷെ അതിനിടയ്ക്ക് സാൻഡ്വിച്ച് പോലെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞു. ഞാൻ ഞെരുക്കത്തിലിരുന്നപ്പോൾ നീ എനിക്ക് വിശാലത വരുത്തി. ഈ സങ്കീർത്തനം നമ്മൾ പലപ്പോഴും വായിച്ചിട്ടുണ്ടായിരിക്കും. ഈ വാക്യവും നമുക്കറിയാം. ഞെരുക്കത്തിലിരുന്നപ്പോൾ എനിക്ക് ഒരു വിശാലത ദൈവം വരുത്തി. Thou hast enlarged me when I was under pressure. ഞെരുക്കം, വിശാലത. നമുക്ക് ആ കൂടി ഒരു ഞെരുക്ക കാര്യം, പണഞ്ഞെരുക്കം. അപ്പോഴാണ് വിശാലത. ഇത് മാത്രമായിരുന്നു. നമ്മൾ ഉടൻ കണക്ട് ചെയ്യുന്ന നമ്മുടെ പേഴ്സുമായിട്ട് ബന്ധപ്പെട്ടാണ് ഞെരുക്കവും. കാശിന് ഭയങ്കര ഞെരുക്കം. 15-ാം തീയതി ആയപ്പോഴേ ഞെരുക്കമായി. പക്ഷേ ഇപ്രാവശ്യം 25-ാം തീയതി ഓണമായിട്ട് ശമ്പളം നേരത്തെ കിട്ടിയപ്പം വിശാലതായി. നമ്മുടെ വ്യാഖ്യാനമൊക്കെ ഇങ്ങനെയാണ്. പക്ഷേ വേദോസ്തവത്തിൽ അങ്ങനെയല്ല വ്യാഖ്യാനിച്ചിരിക്കുന്നത്. പ്രഷർ ആൻഡ് എൻലാർജ്മെൻ്റ് എന്നാണ്. ഇതെഴുതിയ ദാവീദ് തൻ്റെ ജീവിതത്തിൽ ഒരുപാട് പരാജയങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പ്രത്യേകിച്ച് വളരെ നമ്മുടെ കണക്കിലാണെങ്കിൽ ക്ഷമിക്കപ്പെടാത്ത പാവങ്ങളാണ്. പക്ഷെ ഒരു കാര്യം ഓർക്കണം, ദാവീദ് ചെയ്ത പാവങ്ങളെ പറ്റി നമ്മളോട് പറയുന്നില്ല, അതല്ലല്ലോ ഇവിടെ വിഷയം. താൻ എന്തെങ്കിലും പാപം ചെയ്തിട്ടുണ്ടെങ്കിൽ യഹോവയോട് ദൈവം അതിന് ന്യായവിധിയും തൻ്റെ മേൽ വരുത്തിയിട്ടുണ്ട്. അത് നിങ്ങൾ ഓർക്കുന്നുണ്ടോ? അല്ലേ? ഒരിക്കൽ ജനത്തെ ഒന്ന് എണ്ണി, അത് വലിയ കാര്യമാണോ നമ്മൾ ചോദിക്കും. പക്ഷേ ദൈവം അത് വളരെ ഗൗരവമായിട്ട് എടുത്ത് അതിന് ശിക്ഷ കൊടുത്തു. താൻ മറ്റൊരു കാര്യം ചെയ്തു, അത് വളരെ ഗൗരവമുള്ള കാര്യമാണ്. എന്ത് ചെയ്തു? താൻ വീട്ടിൽ നിന്നിറങ്ങി ഓടേണ്ടി വന്നു. അല്ലേ? ആരെ പേടിച്ച്? മകനെ പേടിച്ച്. എങ്ങോട്ടാണ് ഓടുന്നത്? ഇന്നൊക്കെ നാട്ടിൽ നിന്നൊക്കെ ഓരോരുത്തർ പോകുന്നത് അടുത്ത രാജ്യത്ത് പോയി ഒളിക്കും. പക്ഷേ അന്ന് ഈ പറഞ്ഞ പോലെ അടുത്ത രാജ്യത്തൊന്നും പോകണ്ട, മലകളിലും ഗുഹകളിലും ഒക്കെ ഓടുന്നു. ഗുഹയ്ക്കകത്തൊക്കെയാണ് രാത്രി പോയി അന്തി ഉറങ്ങുന്നത്. പിന്നീട് വീണ്ടും ഓടുന്നു, രാജാവിനെ പേടിച്ച്. രാജാവാര? അമ്മായിയപ്പൻ. എന്നിട്ട് ഓട്ടം. അപ്പോൾ സ്വന്തം കുടുംബത്തിൽ നിന്ന് ഓടിപ്പോകേണ്ട അവസ്ഥ. ഇങ്ങനെ ഓടിയ ദാവീദ് നമുക്കറിയാം. ഒടുവിൽ ദൈവം പറയുന്നൊരു സാക്ഷ്യം, എൻ്റെ ഹൃദയപ്രകാരമുള്ള മനുഷ്യൻ. ഇവിടെ നിന്ന് ഓർക്കണം പ്രിയപ്പെട്ടവരെ, ഇത് പലതും തൻ്റെ കയ്യിരിപ്പോണ്ട് താൻ വരുത്തി വെച്ചതാണ്. അതിന് സാഹചര്യത്തെയും കുറ്റം പറയേണ്ട, വേറെ ആരെയും കുറ്റം പറയേണ്ട. അല്ല, ദാവീദ് വരുത്തി വെച്ച കാര്യങ്ങളാണ്. പക്ഷേ താൻ ഈ പറഞ്ഞ പോലെ ഈ ഓട്ടത്തിലൂടെയെല്ലാം തൻ്റെ ജീവിതത്തിലുണ്ടായ സമ്മർദ്ദങ്ങൾ, തൻ്റെ ജീവിതത്തിലുണ്ടായ കഷ്ടങ്ങൾ, തൻ്റെ ജീവിതത്തിൽ താൻ അനുഭവിച്ച അപമാനം, നിന്ന, ഒറ്റപ്പെടുത്തലുകൾ. ഒരു സമയത്ത് ശമൂവേലിൻ്റെ പുസ്തകത്തിലുണ്ട്, തൻ്റെ മകനോ കുടുംബക്കാരോ ഒന്നുമല്ല, എല്ലാവരും തന്നെ വെറുത്തു. എല്ലാവരും കൂടെ പൂഴി വാരിയിട്ട് എറിഞ്ഞ് ശവിക്കാൻ തുടങ്ങി, കല്ലും മണ്ണുമൊക്കെ വാരി എറിയാൻ തുടങ്ങി. ഒരു ഭ്രാന്തനെ പോലെ ഓടിപ്പോകുന്നൊരു സമയത്ത് സകലരും, തൻ്റെ കൂടെ നിന്നവർ, തൻ്റെ നന്മ പറ്റിയവർ പോലും തനിക്കെതിരെ നിന്നു. പക്ഷെ അവിടെ ആരും ഇല്ലാതായപ്പോൾ ഒരു വാക്യം, എന്നാൽ ദാവീദോ തൻ്റെ ദൈവമായ യഹോവയിൽ ധൈര്യപ്പെട്ടു. തനിക്ക് ധൈര്യപ്പെടാൻ വേറെ ഒരു വഴിയില്ല, ആരുമില്ല കൂടെ. അങ്ങനത്തെ അവസ്ഥയിലൂടെ ഈ ഏറ്റവും ഹൃദയപ്രകാരമുള്ള മനുഷ്യൻ കടന്നുപോയി. അപ്പോൾ ഞാനിത് പറയുന്ന പോയിൻ്റ് ഇത്രയേ ഉള്ളൂ പ്രിയപ്പെട്ടവരെ. ഈ വലിയ കഷ്ടങ്ങളും പ്രയാസങ്ങളും തൻ്റെ ജീവിതത്തിലെ ഞെരുക്കങ്ങളും അപമാനങ്ങളും ഇതെല്ലാം എന്ത് ചെയ്തു? തന്നെ ദൈവത്തിൻ്റെ ഹൃദയപ്രകാരമുള്ള മനുഷ്യനാക്കി
തീർത്തു. എവറിത്തിങ് ബ്രോട്ട് എൻലാർജ്മെൻറ്റ് ടു ഡേവിഡ്. ഇന്ന് ഞാനും നിങ്ങളും കടന്നു പോകുന്ന കഷ്ടങ്ങളും പ്രയാസങ്ങളും നമ്മുടെ ഹൃദയത്തിനൊരു വിശാലത വരുത്തുന്നുണ്ടോ? ഡസ് ഇറ്റ് മേക്ക് ബിറ്റർ ഓർ ബെറ്റർ? രണ്ടും ഒരു വാക്കാണെന്ന് തോന്നും, പക്ഷേ ഒരു അക്ഷരത്തിൻ്റെ വ്യത്യാസം വന്ന് പോയി. ഇത് ഞാൻ കടന്ന വിശ്വാസങ്ങളെല്ലാം ബിറ്ററാണ്. എല്ലാവരും ഇങ്ങനെ കയ്പ്. നമ്മളിങ്ങനെ പറയാം, എന്താ ഇങ്ങനെ വരി കഷായം കുടിച്ചുകൊണ്ടിരിക്കുന്ന മുഖം? ഇപ്പം കൊള്ളാം, കുഴപ്പമില്ല, ഇങ്ങനെ ഇരിക്കുന്നതാണ് നല്ലത്, ഇതാ ബെറ്റർ അല്ലേ? തൊട്ട് മുമ്പ് നിങ്ങൾ ബിറ്ററായിരുന്നു നിങ്ങളുടെ മുഖം കണ്ടപ്പോൾ, ഇപ്പം ബെറ്ററായി അല്ലേ? ഇനിയിപ്പോൾ ഞാൻ പറഞ്ഞതിന് വേണ്ടി നിങ്ങളിങ്ങനെ ബെറ്ററാക്കി കാണിക്കണ്ട. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കടന്നു പോകുന്ന പ്രശ്നങ്ങളിലൂടെ ആർ വി ബിക്കമിങ് ബെറ്റർ ഓർ ബിറ്റർ? ഈ ചോദ്യം നമ്മോട് തന്നെ ചോദിച്ച് ഉത്തരം കണ്ടെത്തേണ്ടതാണ്. ഓക്കെ, അപ്പം നമ്മുടെ ജീവിതത്തിൽ ഇനി ഈ തെറ്റ് ചെയ്യുക, പാപം ചെയ്യുക എന്നൊക്കെ പറയുമ്പോൾ ദാവീദ് മാത്രമല്ല, അബ്രഹാം ചെയ്തിട്ടുണ്ട്, യാക്കോബ് ചെയ്തിട്ടുണ്ട്, മോശ ചെയ്തിട്ടുണ്ട്. മോശയെ പറ്റി ദൈവം പറഞ്ഞൊരു സാക്ഷി എന്താ? ഈ ഭൂമിയിലും വെച്ച് ഇത്രയും സൗമ്യനായൊരു മനുഷ്യൻ വേറെ ഇല്ല. പക്ഷേ ഈ സൗമ്യനായ മനുഷ്യൻ്റെ ഒരു ചെറിയ പ്രശ്നം ഉണ്ടായിരുന്നു. ആത്മാവിൻ്റെ ഫലമായ സെൽഫ് കൺട്രോൾ ഇല്ലായിരുന്നു. അതെങ്ങനെ അറിയാം? ദേഷ്യം വന്നപ്പോൾ കയ്യിരുന്നത് ഒറ്റ പൊട്ടിക്കൽ. വല്ലപ്പോഴൊക്കെ നമ്മളും വല്ല ഗ്ലാസോ പ്ലേറ്റോ ഒക്കെ എടുത്ത് പൊട്ടിച്ച് കാണും. അങ്ങനെ പൊട്ടിക്കാത്ത വിശുദ്ധന്മാർക്കായിട്ട് സ്തോത്രം. കൊച്ചു കുഞ്ഞുങ്ങളെ ശ്രദ്ധിച്ചിട്ടുണ്ടോ? അവർക്ക് ദേഷ്യം വരിക്കും ആദ്യം ചെയ്യുന്നത് കയ്യിരിക്കുന്നിടത്ത് ഒറ്റ ഏറ്. ഇതെവിടെ നിന്ന് വന്നു? മോശയിൽ നിന്ന് വന്നതാ. കയ്യിരിക്കുന്നത് ഒറ്റ ഏറ്. പക്ഷേ ദൈവം വെറുതെ വിട്ടില്ല. അതെന്ത് ചെയ്യാനാ? അയ്യോ ലിറ്റിൽ ഒരു ഹോട്ട് ബേർഡായിരുന്നു, അപ്പോൾ എന്ത് ചെയ്യാനാ? ദാറ്റ്സ് ഓക്കെ. എല്ലാവർക്കും വീക്ക്നെസ് ഉണ്ട്. ഈവൻ ഗ്രേറ്റ് മെൻ ഹാവ് വീക്ക്നെസ്. വേറൊരിക്കൽ പറഞ്ഞു, ഇവരെല്ലാം പിറുപിറുക്കുന്നു. മോശയ്ക്കങ്ങ് ദേഷ്യവും സങ്കടവും അരിശവും എല്ലാം വന്നു ഈ ജനത്തിന് നേരെ. പക്ഷേ ദൈവം ഇതെല്ലാം കണ്ടുകൊണ്ടിരുന്നു. നീ എന്തിനായി കിടന്നോട്ട് ടെൻഷൻ അടിക്കുന്നത്? അവരീ തള്ളിപ്പറയുന്ന എന്നെയല്ലേ, അവർ വിശ്വസിക്കാത്ത എന്നെയല്ലേ? സാരമില്ല, വെള്ളം കൊടുക്കാം. നീ ഒരു കാര്യം ചെയ്യും, നീ ആ പാറ എടുത്ത് നിന്നിട്ട് പറ, വെള്ളം വരും. അപ്പോൾ മോശയുടെ മനസ്സിൽ വെള്ളം കൊടുക്കരുതെന്നായിരുന്നു. അപ്പോൾ ദൈവം കൊടുക്കാമെന്ന് പറഞ്ഞപ്പോഴത്തേക്കും മോശയ്ക്ക് പിടികിട്ടിയില്ല, ഇഷ്ടപ്പെട്ടില്ല. മോശയ്ക്ക് ഇനി ദൈവം പറഞ്ഞുകൊണ്ട് ചെയ്യാതിരിക്കാനും പറ്റത്തില്ല. പക്ഷേ എന്ത് ചെയ്തു? ആ ഒരു മുഖം വെച്ചുകൊണ്ടാണ് പോയത്. ചെന്നിട്ട് എന്ത് ചെയ്തു? കൽപ്പിക്കുന്നതിന് പകരം കയ്യിലിരുന്ന വടിയെടുത്ത് അത് ഇവന്മാർക്കിട്ട് കൊടുക്കാൻ പറ്റാതെ പാറക്കിട്ട് താങ്ങി. നമ്മളും അങ്ങനെയൊക്കെയല്ലേ? നേരിട്ട് കൊടുക്കാൻ പറ്റുന്ന കഥോ വലിച്ചൊരാടാ. അത് കാറിൻ്റെ ഡോറാവാം, ചിലപ്പം ബെഡ്റൂമിൻ്റെ ഡോറാവാം, എന്തും ആവാം. ഇതെല്ലാം കാണിക്കുന്നത് എന്താ? നമ്മുടെ ആ റിയാക്ഷൻ കാണിക്കുന്നത് എന്താ? നമ്മുടെ ഉള്ളിലുള്ള ആ കോപമാണ്. അപ്പോഴത്തേക്ക് വെള്ളം ഇങ്ങനെ ചാടി പുറപ്പെട്ടു. എല്ലാം വന്ന് കിടന്ന് കൂടിച്ച് എല്ലാം തൃപ്തിയായി. എത്ര എണ്ണോ കുടിക്കുന്നത്? എത്ര ടാങ്കർ വെള്ളം വേണമായിരുന്നു? അത്രയും ലക്ഷം പേർക്ക് വെള്ളം കുടിക്കണമെങ്കിൽ. ഇവിടെ തിരുവനന്തപുരത്ത് ഒരു പൈപ്പ് പൊട്ടി എത്ര ടാങ്കർ വെള്ളം അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുന്നത് അല്ലേ? അപ്പോൾ ഈ വെള്ളം എല്ലാം കുടിച്ചപ്പോഴത്തേക്ക് മോശം ഇങ്ങോട്ട് മാറി ഒരു മരത്തിൻ്റെ ചുവട്ടി ഇരുന്നിട്ട് കുടിക്കടാ, കുടി. തൊട്ട് മുമ്പ് നീയൊക്കെ എന്തോന്ന് പറഞ്ഞു? നാണമില്ലാതെ കുടിക്കുന്നുവെന്ന് വെള്ളം. ഇയാടെ അരിശം തീരുന്നില്ല. അവിടെ പതുക്കെ ദൈവം, മോശേ, തിരുവനന്തപുരം ഭാഷ, നീ ഇപ്പം എന്തിന് കാണിച്ച്? എന്തോന്നു? അല്ല ഇപ്പം എന്തോന്ന് കാണിച്ചു നീ? അല്ല അടിച്ചാ? വെള്ളം അടിച്ച് പാറ. ആര് പറഞ്ഞ് അടിക്കാൻ? അപ്പോഴാണ് ഓർക്കുന്നത് തൻ്റെ ദേഷ്യമാണ് അവിടെ അങ്ങനെ പ്രവർത്തിപ്പിച്ചത്. പക്ഷെ ദൈവം കരുണയുള്ളവനാ, എന്നിട്ടും വെള്ളം വന്നു. അപ്പം നിങ്ങൾ ചോദിക്കും, അത് വലിയ തെറ്റാണോ? പക്ഷെ ഓട്ടം തന്നെ ദൈവം പറഞ്ഞു, മോശേ, നീ ഇങ്ങനെ ചെയ്തുകൊണ്ട് എന്തിനാ നീ വലിയ കൊട്ടും കുരവായിട്ട് ഇത്രയും പേരെയും വിളിച്ചുകൊണ്ട് ഇറങ്ങിയത്? വാഗ്ദത്ത നാട്ടിൽ പോകാനാ, കനാനിൽ പോകാൻ. നീ പോകത്തില്ല. നീ പോകത്തില്ല. എന്താ കാര്യം? നീ ഇപ്പം എന്താ കാണിച്ചേ? ഇപ്പം നിങ്ങളുടെ മനസ്സിലേക്ക് വരുന്ന ചിന്ത എന്താ? അത് അത്ര വലിയൊരു പാവമാണോ? കൃപാലുവായ ദൈവം അതങ്ങ് ക്ഷമിച്ചൂടെ? എന്തായിരുന്നു മോശ ചെയ്ത പാപം? മോസസ് മിസ്റെപ്രസെൻറ്റഡ് ദ ക്യാരക്ടർ ഓഫ് ഗോഡ്. ഇത്രയും പ്രകോപിപ്പിച്ച ജനത്തോട് ക്ഷമിച്ച് അവർക്ക് വെള്ളം കൊടുക്കാൻ ദൈവം തയ്യാറായിരുന്നപ്പം തൻ്റെ ദാസനായ മോശ തയ്യാറായിരുന്നില്ല. കാര്യം മനസ്സിലായോ? നമ്മുടെയും പ്രശ്നം ഇതാ. ദൈവം ജനത്തെ സ്നേഹിക്കുന്നു,
ആരും നശിച്ചു പോരുന്നതിന് ദൈവം ആഗ്രഹിക്കുന്നു. പക്ഷേ അവരെ രക്ഷിക്കാൻ നമുക്കൊരു താല്പര്യമില്ല. ഇനി അവരാരെങ്കിലും രക്ഷപ്പെട്ട് കണ്ടാൽ നമുക്കത് ഇതിപ്പോൾ ഒരു വലിയ പ്രശ്നമാണ്. നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ കാര്യങ്ങൾ നടന്നോണം എല്ലായിടത്തും. അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് എന്തെങ്കിലും കണ്ടാൽ ഓട്ടം ചാടിക്കേറി വടിയെടുത്തങ്ങ് ഇറങ്ങും. ചില കാര്യങ്ങൾ എനിക്ക് പറയണമെന്നുണ്ട്, പക്ഷേ ഞാനിങ്ങനെ എന്നെ തന്നെ പിടിച്ച് നിർത്തിയിരിക്കുക. എനിക്കാണെങ്കിൽ എൻ്റെ മേൽ ഭയങ്കര സമ്മർദ്ദവും ഈ രണ്ട് ഭാഗത്തു നിന്നും. പറയാൻ അറിഞ്ഞൂടാത്തതുണ്ടല്ലോ, എനിക്കറിയാം എന്താ പറയേണ്ടിയെന്നും ശരിയായിട്ട് കാര്യങ്ങൾ പറയാൻ അറിയാം. പക്ഷേ എൻ്റെ സമയമായിട്ടില്ല. ആ സമയമാകുമ്പോൾ ഞാൻ പറയാം. പക്ഷേ പറയുന്ന എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ല, അതാ പ്രശ്നം. പോട്ടെ. മോശയെ ശിക്ഷിച്ചു, ദാവീദിനെ ശിക്ഷിച്ചു. പക്ഷെ രണ്ടുപേരെക്കുറിച്ച് ദൈവം തന്നെ പറയുന്നു, ഇത്രയും സൗമ്യനായ മനുഷ്യൻ വേറെയില്ല. ദ മീക്കസ്റ്റ് മാൻ ഓൺ പ്ലാനറ്റ് എർത്ത്. മറ്റത് എ മാൻ ആഫ്റ്റർ മൈ ഓൺ ഹാർട്ട്. പക്ഷെ അവർക്ക് രണ്ടുപേർക്കും എനിക്ക് നിങ്ങൾക്കും ഉള്ള പോലത്തെ എല്ലാ പ്രശ്നങ്ങളും ഉണ്ടായിരുന്നു. പക്ഷേ അവരെ ദൈവം, അവരുടെ മേൽ ചില ന്യായവിധി ദൈവം അയച്ചു. പക്ഷേ ആ ന്യായവിധിയിലൂടെ അവർ ഓടിപ്പോയപ്പം അവർ വലിയ സമ്മർദ്ദത്തിലായി. പക്ഷേ ആ സമ്മർദ്ദം അവർക്ക് വലിയ ഹൃദയവിശാലത വരുത്തി. ഇന്ന് ഞാനും നിങ്ങളും കടന്നു പോകുന്ന സമ്മർദ്ദങ്ങൾ നമ്മുടെ ഹൃദയത്തിനൊരു വിശാലത വരുന്നുണ്ടോ? ഇന്നും നമ്മൾ കയ്പായിട്ടിരിക്കുകയാണോ? ഇന്നും ക്ഷമിക്കാതിരിക്കുകയാണോ? ഇന്നും സ്നേഹിക്കാൻ കഴിയാതെ നമ്മൾ സ്ട്രഗിൾ ചെയ്യുകയാണോ? ഇന്നും എനിക്ക് അംഗീകരിക്കാൻ കഴിയാതിരിക്കുകയാണോ? ഇതൊരു വലിയ ചോദ്യമാണ്. നമ്മുടെ ജീവിതത്തിൽ ദൈവം ചില കഷ്ടതകൾ, ചില പ്രയാസങ്ങൾ, അല്ലെങ്കിൽ വേറൊരു വാക്കി പറഞ്ഞ ചില നിന്ദകൾ, ചില അപമാനങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ദൈവം അനുവദിക്കും. അതെന്തിനാണെന്നറിയാമോ? ആ കഷ്ടങ്ങൾ ദൈവം അനുവദിക്കുന്നത് ഇറ്റ്സ് ടു പ്രൂവ് ആൻഡ് ഹംബിൾ അസ്. എന്താണ്? പരീക്ഷകൾ നമ്മെ താഴ്ത്തുവാനും തെളിയിക്കുവാനുമാണ്. ദൈവത്തിന് ചിലത് തെളിയിക്കണം. പക്ഷേ ദൈവത്തിന് അതൊന്ന് തെളിയിക്കണമെങ്കിൽ ഈ പറഞ്ഞ പോലെ ഒന്ന് താഴ്ത്തിയേ പറ്റൂ, ഒന്ന് പരീക്ഷിച്ചേ പറ്റൂ. അതിനുവേണ്ടിയാണ് ദൈവം അത് ചെയ്യുന്നത്. മോശ ഈ ഇസ്രായേൽ ജനത്തെ പറ്റി പറഞ്ഞൊരു കാര്യമുണ്ട്. ആവർത്തന പുസ്തകം 8-ാം അധ്യായം 14, 15, 16. ഡ്യൂട്രോണമി ചാപ്റ്റർ 8, 14-16. ആവർത്തനം 8-ന്റെ 14 മുതൽ. നിന്റെ ഹൃദയം നിഗളിക്കാതിരിപ്പാനും നിന്നെ അടിമവിടെ മിസ്രയീമിൽ നിന്ന് പുറപ്പെടുവിക്കുകയും അഗ്നിസർപ്പവും തേളും വെള്ളമില്ലാതെ വരൾച്ചയുമുള്ള വലിയതും ഭയങ്കരവുമായ മരുഭൂമിയിൽ കൂടി നിന്നെ കൊണ്ടുവരികയും തീക്കൽ പാറയിൽ നിന്ന് നിനക്ക് വെള്ളം പുറപ്പെടുവിക്കുകയും നിന്നെ താഴ്ത്തി പരീക്ഷിച്ച് പിൻകാലത്ത് നിനക്ക് നന്മ ചെയ്യേണ്ടതിന് മതി. നമ്മൾ ആ വാക്യം പറയത്തില്ല. ആ വാക്യം ഏതെങ്കിലും പാട്ടിൽ നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഇല്ല. തൊട്ടുമ്പോൾ തീക്കൽ പാറയാതിൽ നിന്നും ഇസ്രായേലിന്, അതൊക്കെ നമ്മൾ പാടും. പക്ഷെ ഇതാ പാടേണ്ടത്. ഏതാ? നിന്നെ താഴ്ത്തും. അടുത്തത് എന്തിനാ അത് താഴ്ത്തിയത്? നിന്നെ ഒന്ന് പരീക്ഷിക്കുകയായിരുന്നു. അടുത്തത് പിൽക്കാലത്ത് നന്മ ചെയ്യും. നമ്മൾ വിചാരിക്കുന്നത് നമ്മളെ അങ്ങ് താഴ്ത്തി അങ്ങ് കളഞ്ഞെന്നാണ്. ഇല്ല, ദൈവം നമ്മളെ താഴ്ത്തും. കാരണം നമ്മൾ കേട്ടിരിക്കുന്ന ഉയർച്ച തന്നെ പ്രാപിക്കും, ഇന്നു മുതൽ ഞാൻ നിന്നെ വലിയവനാക്കും. നമ്മൾ കലണ്ടറിലെല്ലാം അതെല്ലാം എഴുതിയിട്ടിരിക്കുന്നത്. ഇത് കണ്ടുകൊണ്ട് ഇങ്ങനെ കൺഫ്യൂസ് ചെയ്തുകൊണ്ടാണ് ഇറങ്ങുന്നത്. പക്ഷേ ചെല്ലുമ്പോഴെല്ലാം താഴ്ചയോടെ താഴ്ച. ഈ നമ്മളായിട്ട് വരുത്തി വയ്ക്കുന്ന ചില താഴ്ചകളുണ്ട്, പക്ഷേ ദൈവം അനുവദിക്കുന്ന ചില താഴ്ചകളുണ്ട്. അതെന്തിനാണെന്നറിയാമോ? അതെന്നെ ദൈവം ഒന്ന് പരീക്ഷിക്കുക. എന്തിനാണ് പരീക്ഷിക്കുന്നത്? പിന്നെ നന്മ ചെയ്യാനാ നമ്മുടെ ജീവിതത്തിൽ. അപ്പം നമ്മൾ വയ്ക്കുന്നത് ആ നന്മ ഇങ്ങനെ ആദ്യമേ ചെയ്തുകൂടെ? അത് തരത്തില്ല. ആദ്യം ഒരു പ്രോസസ്സുണ്ട്. ഹി വിൽ ഹംബിൾ മീ ആൻഡ് ഹി വിൽ ടെസ്റ്റ് മീ, ദെൻ ഹി വിൽ ഡു ഗുഡ്. ഇത് മൂന്നും ഒന്ന് മനസ്സിലോട്ടൊന്ന് പതിഞ്ഞോണം. ആദ്യം എൻ്റെ കർത്താവ് എന്നെ ഒന്ന് താഴ്ത്തും, എന്നെ ഒന്ന് പരീക്ഷിക്കും, പിന്നീട് എന്ത് ചെയ്യും? നന്മ. നമ്മൾ പറയുന്ന ആദ്യത്തെ 2 പറ്റത്തില്ല, എനിക്ക് 3-ാമത്തെ മതി. എല്ലാവരും അവിടെ ഓടുന്നു, ഇവിടെ ഓടുന്നു, അല്ലേ എവിടെയെങ്കിലും ചെന്ന് എന്നെ നന്മ കിട്ടുമെന്ന് പറഞ്ഞ് ഓടുക. ദൈവത്തിൻ്റെ ഒരു രീതി ഇങ്ങനെയാണ്. ഞാൻ താഴേക്ക് വരുമ്പോൾ കുറച്ചുകൂടെ ഞാൻ പറയാം. അപ്പോൾ ഇവിടെ ഇതൊക്കെ എന്തിനാണ്? ഈ സിവിയർ ടെസ്റ്റും ട്രയലൊക്കെ എന്തിനാണ് ഇസ്രായേൽ ജനത്തിന് കൊടുത്തത്? വേറൊന്നിനുമല്ല. അതിൻ്റെ 17-ാം വാക്യം, ദൈവത്തിനറിയാം അവരുടെ മനസ്സ്. അതുകൊണ്ടാണ് മോശ പറയുന്നത്, എൻ്റെ ശക്തിയും എൻ്റെ കൈയുടെ ബലവും ഈ സമ്പത്തുണ്ടാക്കി എന്ന് നിൻ്റെ ഹൃദയത്തിൽ പറയാതിരിപ്പാൻ സൂക്ഷിക്കണം. അതിൻ്റെ അർത്ഥം നിന്നെയൊക്കെ നല്ലവണ്ണം എനിക്കറിയാം. ഇതെല്ലാം കഴിയുമ്പോൾ നീ എന്തു പറയും?
എൻ്റെ കൈയുടെ ശക്തിയാണ് ഇതൊക്കെ ഈ സമ്പത്തൊക്കെ ഞാനാണ് ഉണ്ടാക്കിയത്. നമ്മളെ നല്ലവണ്ണം നമ്മുടെ അപ്പൻ അറിയാന്നേ. അതുകൊണ്ടാണ് നമുക്ക് ചില അടിയൊക്കെ ദൈവം അപ്പോഴപ്പോഴും തരുന്നത്, അല്ലേ? ഞാനാണ് ഇത് സ്ഥാപിച്ചത്, ഞാനാണിത് തുടങ്ങിയത്, എൻ്റെ ശുശ്രൂഷയാണ്, ഞാൻ തുടങ്ങിയ സഭയാണ് എന്നൊക്കെ പറഞ്ഞാൽ എന്ത് ചെയ്യും? ദൈവം പതുക്കെ ഒരു അടി എന്ന് ഇറക്കി ഓടിക്കും. എന്തായാലും നമ്മൾ ഗുഹയിലൊന്നും പോയിരുന്നില്ലല്ലോ, അല്ലേ? ഇതുപോലൊക്കെ ദൈവം അനുവദിക്കും പ്രിയപ്പെട്ടവരെ ചിലതൊക്കെ. പക്ഷേ എന്തിനാണെന്നറിയാമോ? പിന്നീട് നന്മ വരും, പിന്നീട് ഒരു അനുഗ്രഹമുണ്ട്. അപ്പം ഈ ഒരു പ്രോസസ്സിൽ ഞാൻ എങ്ങനെ ചെയ്യുന്നു എന്നുള്ളതാണ്. നമുക്കൊരു കാര്യം നോക്കാം. ഇയ്യോബിൻ്റെ പുസ്തകം എടുക്കാം, 1-ാം അധ്യായം. ഇയ്യോബിൻ്റെ പുസ്തകം 1-ാം അധ്യായത്തിൻ്റെ 6-ാം വാക്യം എനിക്ക് വളരെ, ഞാൻ വായിച്ച് ചിരിക്കുന്നൊരു വാക്യമാണ് ഈ 6ഉം 7ഉം. ഒരു ദിവസം കേട്ടോ, നമ്മൾ പിള്ളേർക്ക് അത് പറഞ്ഞു, പണ്ടൊരിടത്ത് ഒരു ദിവസം. കേട്ടോളി, ഒരു ദിവസം ദൈവപുത്രന്മാർ യഹോവയുടെ സന്നിധിയിൽ നിൽപ്പാൻ ചെന്നു. രാവിലെ പരേഡുണ്ട്, റോൾ കോൾ, എല്ലാവരും വന്നു നിന്നു, ദൂതന്മാരെല്ലാം വന്നു നിന്നു. കൂട്ടത്തിൽ അവരുടെ കൂട്ടത്തിൽ കണ്ടോ, ദൂതന്മാരുടെ കൂട്ടത്തിൽ ആരും വന്നു? സാത്താനും ചെന്നു. ഇവിടെ ഇയാളെ ഇവിടെ ആര് കയറ്റി വിട്ടത്? സെക്യൂരിറ്റി ഒന്നും ഇല്ല ഇവിടെ. ഇവിടെ ഒരു മന്ത്രിയുടെ വീട്ടിൽ കയറണ എന്തോ സെക്യൂരിറ്റിയാ? സ്വർഗത്തിന് സെക്യൂരിറ്റി ഒന്നുമില്ലേ? ഈ സാത്താനെ ആര് കയറ്റി വിട്ടത്? ഇതിന്നൊരു കാര്യം മനസ്സിലായിക്കോണം, പുള്ളിക്ക് ആക്സസ് ഒക്കെ ഉണ്ട് കേട്ടോ അവിടെ. എന്നിട്ട് അടുത്ത് ചെന്നപ്പം യഹോവ സാത്താനോട്, നീ എവിടെ നിന്ന് വരുന്നു എന്ന് ചോദിച്ചത്. സർവജ്ഞാനിയായ ദൈവം ചോദിക്കുകയാണ്, നീ എവിടെ നിന്നാ വരുന്നേ? ഈ ബൈബിളിൻ്റെ ചില ഇന്നസെൻസ് ഞാൻ ഓർക്കുകയാണ്. വൈ ഷുഡ് ഗോഡ് ആസ്ക് ദാറ്റ്? ഹി നോസ്. ഇവൻ കയറി വരുമ്പോഴും എല്ലാം അറിയാം, അല്ലേ? ഇവൻ എവിടെ നിന്നാ വരുന്നത് കൃത്യമായിട്ട് കണ്ടുകൊണ്ടിരിക്കുക. പക്ഷെ ദൈവം ചോദിക്കുക, അവൻ്റെ വായിന്ന് വരട്ടെ, നീ എവിടെ നിന്നാ വരുന്നേ? സാത്താൻ യഹോവയോട്, ഞാൻ ഭൂമിയിൽ ഊടാടി സഞ്ചരിച്ചിട്ട് വരുന്നു എന്ന് ഉത്തരം പറഞ്ഞു. സാത്താൻ ആ കൂടി ഒറ്റ പ്രാവശ്യം സത്യം പറഞ്ഞിട്ടുള്ളതാ. കാര്യം അവനെ പറ്റി ബൈബിൾ പറഞ്ഞ അവൻ കള്ളനും കള്ളൻ്റെ അപ്പനും എന്നാ. ഈസ് എ ഫാദർ ഓഫ് ലൈസ്. അങ്ങനെ ഇവിടെ സത്യമാണ് പറഞ്ഞത്, ഞാൻ ഭൂമിയിലൊക്കെ ഇങ്ങനെ ഊടാടി. അതിന് ഇന്നത്തെ ട്രോൾ ഭാഷയെ പറഞ്ഞാൽ പറയുന്നില്ല, പോട്ട്, ഞാൻ നല്ല കറങ്ങി അടിച്ച് വന്നു. ഓട്ടൻ ഇത് കേട്ടപ്പം ദൈവത്തിനൊരു സംശയം. ഓട്ടൻ അടുത്ത ചോദ്യം, യഹോവ സാത്താനോട്, എന്റെ ദാസനായ യോബിന്മേൽ നീ ദൃഷ്ടി വെച്ചു. കണ്ടോ, ഒട്ടൻ ദൈവത്തിന് ചിന്ത പോയത് കണ്ടോ? ഇവൻ ഭൂമിയിൽ നിന്ന് ഊടാടി സഞ്ചരിച്ച്, നീ എൻ്റെ ദാസൻ യോബിനെ കണ്ടോ? അടുത്തത്, അവനെ പോലെ നിഷ്കളങ്കനും നേരുള്ളവനും ദൈവഭക്തനും ദോഷം വിട്ടകലുന്നവനും ഭൂമിയിൽ ആരും. നമ്മളായിരുന്നു അല്ലയോ എന്ന് പറഞ്ഞേനെ. ആ ഒരൊറ്റ സ്റ്റേറ്റ്മെൻ്റാണ് ഈ കുഴപ്പത്തെ ഉണ്ടാക്കിയത്. യോബിന് ഈ കട്ടം മൊത്തം വന്നത് യോബിൻ്റെ ഒരു കുഴപ്പമില്ലായിരുന്നു. ചുമ്മാ ഇരുന്ന പിശാചിനോട് കയറി ദൈവം ഒരു സർട്ടിഫിക്കറ്റ് അങ്ങ് പറഞ്ഞു ഇയാളെപ്പറ്റി. അവൻ വിടുവോ? അവനുടനെ അവനൊരു പുജ്ഞഭാവത്തിലൊരു മറുപടി. അടുത്ത വാക്യം അല്ല പുച്ഛഭാവം. പുച്ഛമെന്നല്ലേ ആ വാക്ക്, അല്ലേ? നമ്മളതിനെ കളിയാക്കി പറഞ്ഞ് പുജ്ഞം എന്നായിപ്പോയി, പുച്ഛം. ഇപ്പോഴാണ് ഞാൻ അറിയുന്നത് പുച്ഛമാണെന്ന്. പോട്ടെ. അതിന് സാത്താൻ യഹോവയോട്, വെറുതെയോ കണ്ടോ, ചുമ്മാ ഇരുന്ന പിശാചിന്റെ വായി കോലിട്ട് ഇളക്കി. അവൻ പറയാ, ചുമ്മയാണ് അവൻ ഭക്തനായിട്ടിരിക്കുന്നത്. നീ ഇപ്പം പറഞ്ഞല്ലേ വലിയ സർട്ടിഫിക്കറ്റ്, അവൻ ചുമ്മാ എന്നും അല്ല അങ്ങനെ ഇരിക്കുന്നത്. നീ അവനും അവന്റെ വീട്ടിനും അവനുള്ള സകലത്തിനും ചുറ്റും. കണ്ടോ, എന്തൊരു സെക്യൂരിറ്റിയാ. നീ ഒന്നാമത് നീ അവനെ അനുഗ്രഹിച്ചു, അവൻ്റെ വീടിനെ അനുഗ്രഹിച്ചു, അവൻ്റെ ചുറ്റുമുള്ള അനുഗ്രഹിച്ചു. എന്നിട്ട് അതിൻ്റെ ചുറ്റും നീ വേലിയും കെട്ടി അങ്ങ്. വേലി കെട്ടിയിട്ടില്ലയോ? എന്നിട്ടാ നീ അവന്റെ പ്രവൃത്തി അനുഗ്രഹിച്ചിരുന്നോ? അവന്റെ മൃഗസമ്പത്ത് ദേശത്ത് പെരുകിയിരിക്കുന്നുണ്ടോ? അടുത്തത്, തൃക്കൈ നീട്ടി അവനുള്ളതൊക്കെ ഒന്ന് തൊടുക. കണ്ടോ, ഇന്നും പിശാചിന് ദൈവത്തോട് പോയി ഒന്നേ അപേക്ഷിക്കാനുള്ളൂ. എന്താണ്? അവിടുത്തെ തൃക്കൈ നീട്ടി ഒന്ന് സാമനെ ഒന്ന് തൊടണേ. എൻ്റെ പേര് പറഞ്ഞാൽ കുഴപ്പമില്ലല്ലോ. ഇങ്ങനെ ഒരുത്തൻ ദൈവസന്നിധിയിൽ പോയി നിങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കുന്നുണ്ട് ദൈവത്തോട്. പക്ഷേ ദൈവകൃപയാൽ പിതാവിൻ്റെ വലതുഭാഗത്ത് മറ്റൊരാൾ നിൽപ്പുണ്ട്. ആരാ? മധ്യസ്ഥനായ യേശു ക്രിസ്തു. അങ്ങനെ ഒരാളവിടെ ഉള്ളതുകൊണ്ടാണ് നമ്മൾ രക്ഷപ്പെട്ടു പോകുന്നതെന്ന് ഓർത്തോണം. നമ്മൾ രക്ഷപ്പെട്ടു പോകുന്നത് നമുക്ക് വേണ്ടി മധ്യസ്ഥ അണയ്ക്കുന്ന ഒരു മധ്യസ്ഥൻ അവിടെ ഉണ്ട്. അടുത്ത വാക്യം, അവൻ നിന്നെ മുഖത്ത് നോക്കി ത്യജിച്ചു പറയും. കണ്ടോ, ഇത് നാടൻ ഭാഷ പറഞ്ഞ വെല്ലുവിളിച്ചു ദൈവത്തെ.
ഒന്നുമല്ലാന്നേ, ഞാൻ കാണിച്ചു തരാം, ഒന്ന് തൊട്. അവൻ തള്ളിപ്പറയും. ഇത്ര ഗ്യാരണ്ടി എവിടെ നിന്ന് കിട്ടി? ഇതാണ് സാത്താൻ്റെ ഗ്യാരണ്ടി. എന്താണ്? നമ്മളെയൊക്കെ ഒന്ന് തൊട്ട എപ്പോൾ തള്ളിപ്പറഞ്ഞെന്ന്. ഇതാണ് പിശാചിൻ്റെ ഗ്യാരണ്ടി. ഈ ഗ്യാരണ്ടി അങ്ങ് ഏറ്റെടുത്തു. അടുത്ത വാക്യം. ദൈവം സാത്താനോട്, ഇതാ അവനുള്ളതൊക്കെയും നിന്റെ കയ്യിലിരിക്കുന്നു, അവന്റെ മേൽ മാത്രം കയ്യേറ്റം ചെയ്യരുതെന്ന് കൽപ്പിച്ചു. ഇത് ഞാൻ എപ്പോഴും ചിന്തിക്കും, ദൈവമല്ലേ, ഈ സാത്താൻ ചെന്ന് ഇളക്കിയപ്പോഴത്തേക്ക് ഇളകിപ്പോയല്ലേ ദൈവം? എങ്ങനെയെന്ന് തുടറോ, കണ്ടിട്ട് തന്നെ കാര്യം. ഇതെന്തോന്ന്? പക്ഷേ ഞാൻ പറയട്ടെ, എൻ്റെ ഉത്തരം, ഞാൻ കണ്ട ഉത്തരം, ദൈവത്തിന് അത്ര ധൈര്യമായിരുന്നു യോബിനെക്കുറിച്ച്. അത്ര ധൈര്യം. തുടറ, നീ എന്ത് വേണേലും ചെയ്, കാണാം. അത്രയ്ക്ക് തൻ്റെ ഇടത്തോടുകൂടി ധൈര്യത്തോടുകൂടി നീ പോയി തൊട് എന്ന് പറയാനുള്ള ആ ഉറപ്പ് ദൈവത്തിനുണ്ടായിരുന്നു. ഇന്ന് എന്നെയും നിന്നെയും കുറിച്ച് അങ്ങനെ പറയാൻ ദൈവത്തിന് ഉറപ്പുണ്ടോ? യോബിൻ്റെയൊക്കെ ആ ജീവിതം ആലോചിച്ച് നോക്കിയേ. പിന്നെ കഥയൊക്കെ നമുക്കറിയാം. പോയി തൊട്ടു, എല്ലാം എടുത്തു, എല്ലാം നഷ്ടപ്പെട്ടെന്ന് കണ്ടപ്പം തള്ളിപ്പറയുമെന്ന് പറഞ്ഞ ആൾ പ്രതികരിച്ച് എങ്ങനെയാണെന്ന് നോക്കിയാൽ 1-ാം അധ്യായം 20-ാം വാക്യം. അപ്പോൾ ഇയ്യോബ് എഴുന്നേറ്റ് വസ്ത്രം കീറി. ഈ വസ്ത്രം കൊണ്ട് കീറിയപ്പോഴത്തേക്ക് സാത്താൻ നിന്നിട്ട് അടുത്തത് തല ചിരച്ചു. അന്ന് പുള്ളിക്ക് മറ്റേ സാധനം ഉണ്ടായിരുന്നു. നേരെ എടുത്ത് എന്ത് ചെയ്തു? തലയങ്ങ് ചിരച്ചു. അപ്പോഴത്തേക്ക് സാത്താൻ തള്ളിപ്പറഞ്ഞേ താണ്ടേ എന്ന് പറഞ്ഞിട്ട് അടുത്തത് സാഷ്ടാംഗം വീണ് നമസ്കരിച്ചു. നേരെ സാഷ്ടാംഗം വീണിട്ട് നമസ്കരിച്ചു. ആൻഡ് ഹി വർഷിപ്ഡ് ഗോഡ്. ഇത് കണ്ടപ്പോൾ എനിക്ക് തോന്നുന്നു സാത്താൻ പൊറോട്ട വീണ് കാണും. ഇത് സാത്താൻ പ്രതീക്ഷിച്ചില്ല. എന്താ സാത്താൻ ചെന്ന് വെല്ലുവിളിച്ചത്? നീ ഒന്ന് അവന് കൊടുത്തതൊക്കെ എടുത്തു നോക്ക്, കാണാം. ഇല്ല, എല്ലാം പോയപ്പോഴും യഹോവ തന്നു, യഹോവ എടുത്തു, അവൻ്റെ നാമം വാഴ്ത്തപ്പെടട്ടെ എന്ന് പറഞ്ഞു. എന്നിട്ട് നെടുമ്പാട് വീണ് ദൈവത്തെ ആരാധിക്കുന്നു. അതാണ് ആരാധന. ഞാനെപ്പോഴും പറയുമല്ലോ, പാട്ട് പാടുന്നതല്ല ആരാധന. എല്ലാം നഷ്ടപ്പെടുമ്പോഴും ദൈവമേ ഞാൻ നിന്നെ ആരാധിക്കും എന്ന് പറയുന്നതാണ് ആരാധന. 13-ാം അധ്യായത്തിൻ്റെ 15-ാം വാക്യം, ജോബ് 13:15. അവനെന്നെ കൊന്നാലും ഞാൻ അവനെ തന്നെ കാത്തിരിക്കും. കണ്ടോ? അവനെന്നെ കൊന്നാലും ഞാൻ അവനെ തന്നെ കാത്തിരിക്കും. കണ്ടോ? ഞാൻ എൻ്റെ നടപ്പ് അവൻ്റെ മുമ്പാകെ തെളിയിക്കും. കേട്ടോ, ഇപ്പം വാശിയായി. എത്ര പേർക്കാണ് നോക്കണേ വാശി? പിശാചിന് വാശി, ദൈവത്തിനും വാശി, ഇപ്പം യോബിനും വാശിയായി. എങ്കിൽ കാണിച്ചു കൊടുത്തിട്ടേ ഉള്ളൂ. നോക്കണേ, അങ്ങനെയൊക്കെ നിങ്ങൾ ബൈബിള് വായിക്കുക. നമുക്കും അങ്ങനെ ഒരു വാശി വല്ലതും ഉണ്ടോ? എങ്കിൽ ഞാൻ നേരെ ഒന്ന് നന്നായിട്ടേ ഉള്ളൂ കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടോ? അങ്ങനെ ആരും പറയുന്നില്ല. എൻ്റെ ദൈവം ഭാഗം ഞാനൊന്ന് നേരെ ആയിട്ടേ ഉള്ളൂ കാര്യം എന്നാരും പറയുന്നില്ല. അതല്ലേ പ്രശ്നം. 42-ാം അധ്യായം 10-ാം വാക്യം, 42:10. ഇയ്യോബ് തൻ്റെ സ്നേഹിതന്മാർക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ യഹോവ അവന്റെ സ്ഥിതിക്ക് ഭേദം വരുത്തി. 1-ാം അധ്യായത്തിൽ പോയ സ്ഥിതി 42-ാം അധ്യായപ്പോഴായപ്പോഴാണ് ഭേദമായത്. കുറെ കാലം അങ്ങ് പോയി. ഭേദം വരുത്തി. എങ്ങനെ? മുമ്പേ ഉണ്ടായിരുന്നതൊക്കെ യഹോവ ഇയ്യോബിന് ഇരട്ടിയായിട്ട് ഇപ്പം കൊടുത്തു. സാത്താൻ്റെ മോഹം ആർക്കെങ്കിലും ഒന്ന് അഭിനയിച്ച് കാണിക്കാമോ? അന്ന് അവിടെ ഊടാടിച്ചെന്ന് നിന്നിട്ട് അടിച്ച ഡയലോഗും ഇപ്പോൾ ഇതെല്ലാം കണ്ടിട്ട് പുള്ളിക്ക് ഹാർട്ട് അറ്റാക്ക് വരുന്നില്ലല്ലേ അതിശയമുള്ളൂ. കാര്യം ചുമ്മാ ഇരുന്ന ദൈവത്തെ ഇളക്കി വിട്ടു, സാത്താന് അധികാരം കിട്ടിച്ചെന്ന് ഇത് പണിയെല്ലാം ഒപ്പിച്ചിട്ട് ഇപ്പം പുള്ളി ഇരട്ടിയായിട്ട് അനുഗ്രഹിക്കപ്പെട്ടിരിക്കുക. എത്ര മക്കളുണ്ടായിരുന്നു ആദ്യം? 10. അപ്പോൾ ഇപ്പോൾ എത്രയായി? 20. പെമ്മക്കടയൊക്കെ പേരെന്തുമായിരുന്നു? ജമീമ, കെസിയ, എഫ്സിബ, കെരൻ മാത്രം ഇവിടെ എൻ്റെ അടുത്ത് കിടത്തില്ല. ഭാര്യ വന്നെന്താ പറഞ്ഞേ? ചത്തൂടെ മനുഷ്യ, ദൈവത്തെ അങ്ങ് തള്ളിപ്പറഞ്ഞിട്ട് നോക്കണേ. അത് ആത്മഹത്യ ചെയ്യുന്നതിന് സമൂഹമാണ്.
എന്ത് വന്നാലും ഈ പുള്ളിക്കാരത്തെയാണ് കൈ പിടിച്ച് പറഞ്ഞത്, സുഖത്തിലും ദുഃഖത്തിലും. കൈ പിടിച്ച് പറയുമ്പോഴൊക്കെ ഓർക്കണം, സുഖത്തിൽ മാത്രമല്ല ദുഃഖത്തിലും കാണണം. ഞാൻ ചിലപ്പോൾ ചിന്തിച്ചിട്ടുണ്ട്, ഈ പെണ്ണുപിള്ളെ കൂടെ അങ്ങ് മാറ്റാത്ത എന്താന്ന്. ഇത് വായിച്ചപ്പോഴാണ് മനസ്സിലായത്, ഇരട്ടിയായിട്ട് കൊടുക്കണ്ടേ. ചിന്തിക്കണം. യാക്കോബ് അപ്പോസ്തലൻ പുതിയ നിയമത്തിൽ എഴുതുമ്പം ജെയിംസ് ചാപ്റ്റർ 5, 10 and 11, യാക്കോബ് 5-ാം അധ്യായം 10ഉം 11ഉം, സഹോദരന്മാരെ, കർത്താവിന്റെ നാമത്തിൽ സംസാരിച്ച പ്രവാചകന്മാരെ കഷ്ടാനുഭവത്തിനും ദീർഘക്ഷമയ്ക്കും ദൃഷ്ടാന്തമായി വിചാരിച്ചുകൊള്ളുവിൻ. ദൃഷ്ടാന്തമായിട്ട് വിചാരിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്, ചില വ്യക്തികളുണ്ട്. അവരുടെ എന്ത് വിചാരിക്കണം? അവരുടെ കഷ്ടാനുഭവം. അടുത്തത് ദീർഘക്ഷമ. ഇത് നമ്മൾ പറയത്തില്ല, നമ്മളെല്ലാം ഹൈലൈറ്റ് ചെയ്യുന്ന നമ്മുടെ കഷ്ടാനുഭവം. പക്ഷെ അവിടെ യോബിന്റെ കഷ്ടാനുഭവം മാത്രമല്ല, ആ കഷ്ടത്തിൽ താൻ കാണിച്ച ഒരു ദീർഘക്ഷമ, അതിനുള്ള എക്സാമ്പിളാണ് യോബ്. അടുത്ത വാക്യം, സഹിഷ്ണുത കാണിച്ചവരെ നാം ഭാഗ്യവാന്മാർ. കണ്ടോ, കഷ്ടതയിൽ സഹിഷ്ണുത കാണിക്കുന്നവരാണ് ഭാഗ്യവാന്മാർ. നമ്മൾ ചിന്തിക്കുന്നത് കഷ്ടം അനുഭവിച്ചവരെല്ലാം ഭാഗ്യം അല്ല, കഷ്ടതയിൽ സഹിഷ്ണുത കാണിച്ചവരാണ് ഭാഗ്യവാന്മാർ. ഒരു ആമേൻ പറഞ്ഞാട്ടതിന്. അടുത്തത്, ഭാഗ്യവാന്മാർ എന്ന് പുകഴ്ത്തുന്നു. യോബിന്റെ സഹിഷ്ണുത നിങ്ങൾ കേട്ടും കർത്താവ് വരുത്തിയ അവസാനം കണ്ടുമിരിക്കുന്നു. യോബിന്റെ സഹിഷ്ണുത നിങ്ങൾ എന്ത് ചെയ്തു? കേട്ടും കർത്താവ് വരുത്തിയ അവസാനം. അവിടെ 3 കാര്യം. 1 കഷ്ടം, 2 സഹിഷ്ണുത, 3 അവസാനം. മോശ എന്താ പറഞ്ഞത്? താഴ്ച, പരീക്ഷ, നന്മ. കണ്ടോ, വേദവസ്തു എന്ത് ക്ലിയറാന്ന് നോക്കിയ പ്രിയപ്പെട്ടവരെ. പക്ഷെ നമ്മുടെ പ്രശ്നം 1 വേണ്ട, 2 വേണ്ട, എന്ത് വേണം? 3. കഷ്ടത വേണ്ട, താഴ്ചയും വേണ്ട, കഷ്ടതയും വേണ്ട, സഹിഷ്ണുതയും വേണ്ട. എന്തു വേണം? ഉയർച്ച. കാരണം നമ്മളെ പാട്ട് പഠിപ്പിച്ചിട്ടുണ്ട്, ഉയർച്ച തന്നെ പ്രാപിക്കും. ഉയർച്ച തന്നെ പ്രാപിക്കും. പക്ഷേ അതിനു മുമ്പ് 2 പടിയുണ്ട്. എന്താണ്? കഷ്ടതയും സഹിഷ്ണുതയും. ഓക്കെ, ഈ കഷ്ടത നമ്മൾ എന്ത് ചെയ്യുന്നു? നമുക്കൊന്നിട്ട് കാര്യങ്ങൾ നോക്കാം. സഫറിങ് ക്യാൻ ഇൻക്രീസ് ഗോഡ്സ് പവർ ഇൻ അസ്. ഈ കഷ്ടത എന്ത് ചെയ്യുന്നു? നമ്മിൽ ദൈവശക്തി വർദ്ധിപ്പിക്കും. ഒരാമേൻ പറയാമോ? കഷ്ടത നമ്മിൽ ദൈവശക്തി വർദ്ധിപ്പിക്കും. നമ്മളെല്ലാം ദൈവത്തോട് ചോദിക്കുന്ന ചോദ്യം, കർത്താവേ നിൻ്റെ ശക്തി എനിക്ക് തരണമേ. അങ്ങനെ പ്രാർത്ഥിക്കാത്ത ആരെങ്കിലും ഉണ്ടോ? അല്ലേ? നമ്മളെല്ലാം പ്രാർത്ഥിക്കും, കർത്താവേ നിൻ്റെ ശക്തി എനിക്ക് തരണേ, ശക്തി എനിക്ക് തരണമേ. പക്ഷേ ശക്തി എനിക്ക് ദൈവം തരണമെങ്കിൽ ഒരു റിക്വയർമെൻ്റ് ഉണ്ട്. എന്താണെന്നറിയാം? ദാവീദ് 102-ാം സങ്കീർത്തനം 23-ാം വാക്യത്തിൽ, 102-ാം സങ്കീർത്തനം 23-ാം വാക്യം, അവൻ വഴിയിൽ വെച്ച് എൻ്റെ ബലം ക്ഷയിപ്പിച്ചു. ഇത് നിങ്ങൾ വായിച്ചു വിട്ടിട്ടുണ്ടായിരിക്കും സങ്കീർത്തനം. എന്നാണ് എൻ്റെ അർത്ഥം? അവൻ വഴിയിൽ വെച്ച് എൻ്റെ ബലം ക്ഷയിപ്പിച്ചു. ഹി വീക്കൻഡ് മൈ സ്ട്രെങ്ത് ഇൻ ദ വേ. അതിൻ്റെ അർത്ഥം ഇത്രയേ ഉള്ളൂ. നമ്മൾ ദൈവത്തോട് ശക്തി ചോദിക്കുമ്പം ദൈവം തിരിച്ചൊരു ചോദ്യം ചോദിക്കും, ഡു യു റിയലി മീൻ ഇറ്റ്? നീ ശരിക്കും ചോദിക്കുകയാണോ? ശക്തി വേണോ? ഇഫ് യു ആർ വില്ലിംഗ് ടു ബി റെഡ്യൂസ്ഡ് ടു വീക്ക്നെസ്, നീ അശക്തനാവാൻ തയ്യാറാണോ? അതായത് ടോട്ടൽ ഡിപ്പെൻഡൻസ് ഓൺ ദ ലോഡ്. അതാണ് എൻ്റെ അർത്ഥം. ഈ ശക്തി ഇങ്ങനെ നിറഞ്ഞിരുന്ന ചെന്നിട്ട് ശക്തി വേണം കർത്താവേ. കർത്താവ് നീ ആ ശ്വാസം ഒന്ന് വിട്. നോക്കും എവിടെയാണ് ഇനി സ്ഥലമില്ലല്ലോ ശക്തി തരാൻ. നിങ്ങൾ കാറ് പെട്രോൾ ഫുൾ ടാങ്ക് അടിച്ചിട്ട് അടുത്ത പമ്പിൽ ചെന്നിട്ട് ഫുൾ ടാങ്ക്, ഉടനെ അവൻ വന്നിട്ട് തുറന്നപ്പോൾ ചാടുന്നു പുറത്തോട്ട്, സാറേ ഇത് ഫുള്ളാണല്ലോ, ഇതിലെവിടെ അടിക്കാൻ? ഇതാണ് ഇന്നത്തെ വിശ്വാസിയുടെയും പ്രശ്നം. ദൈവസേന ചെന്ന് കർത്താവേ ഓ ശക്തി വേണം, ശക്തി വേണം. ദൂതം മറ്റേ ഓസം എടുത്തുകൊണ്ട് വന്നിട്ട് എവിടെ അടിക്കുക? പക്ഷെ ഒരു കാര്യം കൂടെ പറയാം, ഫുള്ളാണ്. അത് ടാങ്കിൽ മാത്രമല്ല, മറ്റേ ട്യൂബിലും പൈപ്പിലും എല്ലാം ഫുള്ളാണ്. എല്ലാം എയറാണെന്ന് മാത്രമേ ഉള്ളൂ. വണ്ടി ഓടത്തുമില്ല. ഈ എയറെല്ലാം എടുത്ത് കളഞ്ഞാലേ
വീണ്ടും പെട്രോൾ അടിച്ചാലേ ഇത് ഓടാൻ പറ്റത്തുള്ളൂ. ഇന്ന് അങ്ങനെ ദൈവസഭ ഏറെ കയറി നിൽക്കുന്ന ഒരു സ്റ്റക്കായി നിൽക്കുന്ന അവസ്ഥയിലാണ് ഇന്ന് കേരളത്തിലെ സഭ. ഞാൻ വേദനയോടെയാണ് ഞാൻ പറയുന്നത്. നമ്മുടെ അടുത്ത തലമുറ ഈ സഭ സ്റ്റക്കായി നിൽക്കുന്ന കണ്ടിട്ട് അവർ വളരെ നിരാശരാണ്. അവരവിടെ ഇവിടെ ഓടുക. അതിന് ഒരു കുറ്റവും ആരും പറയരുത് ആരെയും. ഇവിടെ അടുത്തൊരു സഭയിൽ കഴിഞ്ഞ കുറേ ആഴ്ചയായിട്ട് ഒരു പോലീസ് കൊണ്ട് വെളിയിൽ കിടന്നിട്ടാണ് അകത്ത് ആരാധന നടക്കുന്നത്. ഞാനൊന്ന് പറയായിരുന്നു ആരോടോ, അവിടെയും ചെറുപ്പക്കാർ എന്ത് മനസ്സിലാക്കണം? ഇതാണോ ആത്മീയം? ഇതാണോ ദൈവവചനം? ഇതാണോ ക്രിസ്തുവിൻ്റെ ഭാവം? കഴിഞ്ഞ ആഴ്ച ഒരു സഭയിൽ പ്രസംഗിക്കാൻ എഴുന്നേറ്റപ്പോൾ വിശ്വാസമെല്ലാം കൂടെ അങ്ങ് പാട്ടുപാടി. പാട്ട് ഒരു വിധത്തിൽ നിർത്തുന്നില്ല. എന്താ? പാസ്റ്ററെ പ്രസംഗിപ്പിക്കാതിരിക്കാൻ വേണ്ടി വിശ്വാസമെല്ലാം കൂടെ അങ്ങ് പാട്ടുപാടി. ഇല്ല, ശബരിമല സമരസമയത്ത് ഉണ്ടായിരുന്നല്ലോ, സ്ത്രീകളെല്ലാം കൂടെ ചെന്ന് കീർത്തനം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നല്ലോ, ഒരു നാമജപം. അതെ, നാമജപ ഘോഷയാത്ര എന്നൊക്കെ പറഞ്ഞ പോലെ എല്ലാവരും കൂടെ അങ്ങ് പാട്ടുപാടി. പാസ്റ്ററെ കൊണ്ട് പ്രസംഗിപ്പിച്ചില്ല. കഴിഞ്ഞ ആഴ്ച പാസ്റ്റർ മിടുക്കനാ. പാസ്റ്റർ ഇടിച്ച് കയറി അങ്ങ് പ്രസംഗിച്ചു. പാട്ട് കുറേ എഴുതുമ്പം താനെ കെട്ടുപോയി. പാസ്റ്റർ പ്രസംഗിച്ചു. പുറത്ത് പോലീസ് വണ്ടിയും കിടപ്പുണ്ട്. ക്ഷമിക്കണം കേൾക്കുന്നവർ. ഇത് കണ്ടിട്ട് ചെറുപ്പക്കാർ അവിടെ ഇരുന്ന് ഇനിയും എന്ത് ചെയ്യണം? ഇതാണ് ആത്മീയത, ഇതാണ് ദൈവവചനം, ഇതാണ് പുതിയ നിയമ വിശുദ്ധിയും വേർപാടും എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ ഇരിക്കണോ? ഇന്ന് സഭകൾക്കുള്ളിലെ ആ ഡ്രൈനെസ്, വരൾച്ച, അതാണ് അല്പം വെള്ളത്തിനും തണുപ്പിനും വേണ്ടി ജനം ഓടുക. പ്രിയപ്പെട്ടവരെ, ഇവിടെ വെള്ളം ഉണ്ടായിരുന്നെങ്കിൽ എന്തിനാ ജനം ഓടുന്നേ? ഇവിടെ തണുപ്പുണ്ടെങ്കിൽ എന്തിനാ ജനം ഓടുന്നേ? അതൊന്ന് മനസ്സിലാക്കുക ആദ്യം. ഇത്രയും പറഞ്ഞ് ഞാനിപ്പം വിടുന്നു. If you are willing to be reduced to weakness, in otherwise total dependence on the Lord, and take the suffering, ആ കഷ്ടത ഞാൻ എടുക്കാം, and the test and the trials, എൻ്റെ പുറകെ വരുന്ന പരീക്ഷ ഞാൻ അനുഭവിക്കാം, അതെടുക്കുമെങ്കിൽ I will give you my power. ശക്തി തരണേ ദൈവമേ എന്ന് നമ്മൾ ദൈവത്തോട് ചോദിച്ചാൽ ദൈവം പറയും, കുഞ്ഞെ തരാനല്ലേ ഇവിടെ വെച്ചിരിക്കുന്നത്, ചോദിക്കുന്നവർക്ക് എത്ര അധികം തരും. പക്ഷെ ഒറ്റ പ്രശ്നം, Are you willing to be reduced to weakness? നീ നിന്നെ തന്നെ ഒന്ന് ഒഴിക്കുമോ? ഒഴിച്ചു കളയുമോ? എന്നിട്ട് വാ, വെറും പാത്രം കൊണ്ടുവാ. ഒരു പാട്ടുണ്ടല്ലോ, വെറുമയായി ഞാൻ വരുന്നു. അതേതാ പാട്ട്? താഴ്മയായി കുമ്പിടുന്നു, രക്ഷിക്കുക എന്നെ ഇപ്പോൾ. വെറും കൈയായി ഞാൻ ഉണ്ടോ? വെറും കൈയോടെ പോകണം അല്ലേ? എല്ലാം ഒഴിച്ചു കളഞ്ഞിട്ട് പോകണം, എങ്കിലേ അവൻ്റെ ശക്തി നമ്മുടെ മേൽ വരത്തുള്ളൂ. തീർത്തും അശക്തനാകുക. പൗലോസിൻ്റെ അനുഭവം നമുക്ക് നോക്കാം. കൊരിന്ത്യർ എഴുതിയ 2-ാം ലേഖനം 12-ാം അധ്യായം, 2 Corinthians 12, 5 മുതൽ നമ്മൾ വായിക്കുമ്പോൾ, 2 കൊരിന്ത്യർ 12:5 മുതലൊന്ന് വായിക്കാം. അവനെക്കുറിച്ച് ഞാൻ പ്രശംസിക്കും, എന്നെക്കുറിച്ചോ എൻ്റെ ബലഹീനതകളിൽ അല്ലാതെ. ഇതാണ് പൗലോസ്. എൻ്റെ ദൈവത്തെക്കുറിച്ച് ഞാൻ പ്രശംസിക്കും. ഓ ഹല്ലേലൂയ. എന്നെക്കുറിച്ചോ എന്താണ്? എൻ്റെ ബലഹീനതകളിൽ അല്ലാതെ. ഈ സഭ സ്ഥാപിക്കുവാൻ എളിയനായ ദൈവം എന്നെ ഉപയോഗിച്ചു. ഇത്രയും ദീർഘവർഷങ്ങൾ ഈ പട്ടണത്തിലൊരു പാസ്റ്ററായിരിക്കുവാനുള്ള കൃപ ദൈവം എനിക്ക് തന്നു. സ്തോത്രം. എന്തോ പറഞ്ഞത്? എന്നെക്കുറിച്ചോ? എൻ്റെ ബലഹീനതകളിൽ അല്ലാതെ ഞാൻ പ്രശംസിക്കയില്ല. എൻ്റെ ബലഹീനതകളല്ലാതെ എനിക്കൊരു പ്രശംസയില്ല. ഇന്ന് എത്ര പേരങ്ങനെ പറയും? എത്ര പേരങ്ങനെ പറയും അല്ലേ? ഈ ബലഹീനത വലിയൊരു ഷെയിമായിട്ടാണ് നമ്മൾ പറയുന്നത്. ആ ബലഹീനതയിലാണ് ദൈവം തൻ്റെ ശക്തി നമ്മുടെ മേൽ തരുന്നത്. ദ മോർ യു ആർ വീക്ക്, ഇറ്റ് മേക്സ് റൂം ഫോർ ഗോഡ്സ് പവർ ഇൻ യു. പക്ഷെ നമ്മുടെ പ്രശ്നം ബലഹീനരാകുന്നില്ല, അതാ പ്രശ്നം. ഇനി അടുത്തത് 6-ാം വാക്യം. ഞാൻ പ്രശംസിപ്പാൻ വിചാരിച്ചാലും മൂഢനാകയില്ല, സത്യമല്ലോ പറയുന്നത്. 7-ാം വാക്യം. വെളിപ്പാടുകളുടെ ആധിക്യത്താൽ ഞാൻ അതിയായി നിഗളിച്ചു പോകാതിരിപ്പാൻ എനിക്ക് ജഡത്തിൽ ഒരു ശൂലം തന്നിരിക്കുന്നു. ഞാൻ നിഗളിച്ചു പോകാതിരിക്കേണ്ടതിന് എന്നെ കുത്തുവാൻ സാത്താന്റെ ദൂതൻ. ഇതാണ് എനിക്ക് മനസ്സിലാകാത്തത്. പൗലോസ് പറയാ, എനിക്കല്ലേ അറിയാവൂ, എനിക്കൊരു ചെറിയ പ്രശ്നമുണ്ട്, നിങ്ങൾ
കാണുന്ന പോലെ ഒരാളല്ല ഞാൻ. എനിക്ക് മറ്റാർക്കും കിട്ടാത്ത കുറച്ച് പ്രിവിലേജൊക്കെ ഉണ്ട്. മറ്റപ്പോസ്റ്റലന്മാർക്ക് കിട്ടാത്തത്, ഞാൻ വെളിപ്പാടുകൾ ഒത്തിരി ദൈവം തന്നു. 3-ാം സ്വർഗത്തോളമൊക്കെ ഞാൻ പോയിട്ടുണ്ട്. അതുകൊണ്ടല്ലേ ഈ ലേഖനങ്ങളൊക്കെ ഏറ്റവും കൂടുതൽ എഴുതിയ പൗലോസല്ലേ. മറ്റാർക്കും കിട്ടാത്തതൊക്കെ ഇദ്ദേഹത്തിന് കിട്ടി. ഇതൊക്കെ ഉള്ളവരുടെ കുഴപ്പം എന്താണെന്ന് വെച്ചാൽ, ഞാൻ അറിയാതെ ഇങ്ങനെ കോളറൊന്ന് പിടിച്ചൊന്ന് പൊക്കും. ഇത് നല്ലവണ്ണം എന്നെക്കാട്ടിലും എൻ്റെ ദൈവത്തിന് അറിയാം. അതുകൊണ്ട് ദൈവം എന്ത് ചെയ്തു, അതിനൊരു ചെറിയൊരു ചെക്ക് വെച്ച്, എന്താണ്, ഒരു കുത്താനൊരു പാർട്ടിയെ ചെറിയൊരു സൂചിയും കൊടുത്ത് വെച്ചിട്ടുണ്ട്. എന്താണത്? പുള്ളി ഇങ്ങനെ കോളറൊക്കെ പിടിച്ച് ഇങ്ങനെ പൊങ്ങി വരുമ്പോൾ മറ്റേ ബലൂണിനെ കുത്തി പൊട്ടിക്കുന്ന പോലെ അങ്ങ് പോകും. അപ്പം നോക്കണേ, ഒരു സൂചിയും കൊണ്ട് ഒരു പാർട്ടി, അതാരാ? ഏത് ദൂതനാ? നല്ല ദൂതനല്ല, സാത്താൻ്റെ ദൂതൻ. ഞാൻ ചിലപ്പോൾ ചിന്തിക്കും, ദൈവത്തിന് ദൂതന്മാർക്കൊരു ക്ഷാമം വല്ലതുണ്ട്. ഇവിടെ തന്നെ ഇതിനങ്ങ് വിട്ടാൽ പോരെ ഈ ഡ്യൂട്ടിക്ക് ഈ പന്നപ്പരിപാടിക്ക് വിടുന്ന ആരെയാ? സാത്താൻ്റെ ദൂതനെയാണ്. അപ്പം നോക്കിയാൽ ദൈവം ഇതൊക്കെ ഔട്ട്സോഴ്സ് ചെയ്ത് കൊടുത്തിരിക്കുക. അങ്ങനെയാണെങ്കിൽ നമ്മളെപ്പോഴും ചിന്തിക്കുന്നത്, എൻ്റെ പുറകെ, എൻ്റെ കൂടെ, എൻ്റെ മുന്നും പിന്നും കാവലായി, ദൈവം തന്നെ ഏഞ്ചലിക് വിസിറ്റേഷൻ. കേൾക്കാൻ കൊള്ളാം. ഒരു വചനപ്രകാരം ശരിയാണ്. നിൻ്റെ കാൽ കല്ലിൽ തട്ടിപ്പോയിരിക്കേണ്ടതിന് അതൊക്കെ സത്യമാണ്. പക്ഷെ ഈ വചനപ്രകാരം ആ കൂട്ടത്തിൽ ഒരുത്തനും കൂടെ ഉണ്ട്, ഒരു സൂചിയും കൊണ്ട്. എന്താണ്? നീ എന്തിന്? അവൻ ഒന്നും കറുപ്പ് യൂണിഫോമിലാണോ വരുന്നത്? അല്ല, അവനും വെളിച്ച ദൂതന് വെള്ള യൂണിഫോം ഇട്ടുകൊണ്ട് അവൻ വരുന്നത്. അവനും കൂട്ടത്തിൽ അവൻ്റെ കൈ മാത്രം എന്തുണ്ട്? സൂചി. അവൻ ആവശ്യമുള്ളപ്പം ഇങ്ങനെ പൊങ്ങി വരുമ്പം എന്നൊക്കെ പറയുമ്പോഴത്തേക്കും ഇത് പഠിച്ചോണം. എവിടെങ്കിലും ഞാൻ നിഗളിക്കുകയോ അഹങ്കരിക്കുകയോ ചെയ്താൽ ഒരു കുത്ത് കിട്ടും. അത് പിശാചല്ല കുത്തിയത്, പിശാചിൻ്റെ ആളാണത് ഏൽപ്പിച്ചിരുന്നത്. പക്ഷേ അത് സൂചിയും കൊടുത്ത് വിട്ടതാരാ? ഇപ്പം മനസ്സിലായോ? കുത്ത് കിട്ടിയവരൊക്കെ ഒന്ന് കൈപോക്കിക്കേ. എൻ്റെ ജീവിതത്തിൽ കിട്ടിയ കുത്തെല്ലാം കൂടെ ഒരു പുസ്തകം എഴുതാനും വേണ്ടിയുണ്ട്. അതാർക്കെങ്കിലും പ്രയോജനപ്പെടുമെങ്കിൽ ഞാൻ എഴുതാം. നമ്മുടെ ജീവിതത്തിൽ ഇതുപോലെ ചില അനുഭവങ്ങൾ ദൈവം അനുവദിക്കും പ്രിയപ്പെട്ടവരെ. പക്ഷെ അതെല്ലാം എന്തിനു വേണ്ടി എന്നുള്ള ഓർക്കുമ്പം നിങ്ങളറിയാതെ പ്രാർത്ഥിച്ചു പോകും. അടുത്ത വാക്യം 8. അതെന്നെ വിട്ട് നീങ്ങേണ്ടതിന് ഞാൻ 3 വട്ടം കർത്താവിനോട് അപേക്ഷിച്ചു. ആ കാലത്തൊക്കെ എനിക്ക് തോന്നുന്നു പൗലോസ് ആരെ കണ്ടാലും, ബ്രദറെ എനിക്ക് വേണ്ടി, ആൻറ്റി എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണേ, എനിക്കൊരു ചെറിയൊരു പ്രശ്നമുണ്ട്, എനിക്കൊരു ശൂലം, അതൊന്ന് എന്ത് ചെയ്യണം, മാറി കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കണം, അല്ലേ? എല്ലാവരോടും പറഞ്ഞാണ്. ഉപവാസം വെച്ചാണ്. എത്ര ദിവസം? 3 ദിവസം അല്ല, പോരാ, ഇച്ചിരി കട്ടി, 7 ദിവസം അല്ല, 21 ആയിരിക്കും. 21 40 ദിവസം ഇരുന്ന്, 40 ദിവസം വീതം 3 വട്ടം ഇരുന്ന്, അല്ലേ? ഇഷ്ടം പോലെ പ്രാർത്ഥിച്ചു, എല്ലാവരോടും പറഞ്ഞു. ഉള്ള ഗ്രൂപ്പിലെല്ലാം ഇട്ട് പൗലോസിൻ്റെ ശൂലം മാറാൻ വേണ്ടി പ്രാർത്ഥിക്കണേ. എല്ലാ ഗ്രൂപ്പിലും നിങ്ങൾ ഫോർവേഡ് ചെയ്തു. ലോകം മൊത്തം അപ്പോസ്തലന് വേണ്ടി പ്രാർത്ഥന. പക്ഷെ എന്തുവാ ഫലം കണ്ടോ? എന്തുവന്നു? അവൻ എന്നോട്, എൻ്റെ കൃപ നിനക്ക് മതി. നിൽക്കട്ടെ, 8-ാം വാക്യത്തിൽ കർത്താവിനോട് അപേക്ഷിച്ചു. ഉത്തരം കിട്ടിയോ ഇല്ലയോ? പറഞ്ഞേ. കിട്ടി. എന്തുവായിരുന്നു ഉത്തരം? യേശുപ്പ, എൻ്റെ ഡയബറ്റീസ് ഒന്ന് മാറ്റിത്താപ്പ എന്ന് പ്രാർത്ഥിക്കാത്ത ആരെങ്കിലും ഉണ്ടോ? ഇൻസുലിൻ കുത്തി കുത്തി മടുത്തു എന്ന് പറഞ്ഞ ആരെങ്കിലും ഉണ്ടോ? കർത്താവ്, ഈ BP എന്തോന്ന് ഇങ്ങനെ ഫ്ലക്ച്വേറ്റ് ചെയ്യുന്നു, ഇതൊന്ന് കർത്താവേ പ്രാർത്ഥിച്ചിട്ടുണ്ടോ? ഈ ഒരു കൈ മാത്രം ഒന്നിങ്ങനെ നീര് വെച്ചിരിക്കുന്നത് ഒന്ന് മാറ്റിത്താ കർത്താവേ പ്രാർത്ഥിച്ചിട്ടുണ്ടോ? എന്നിട്ട് നിങ്ങൾ ഇപ്പോഴും പറയുന്നത് ആ പ്രാർത്ഥനയ്ക്ക് ഉത്തരം വന്നില്ല എന്ന്. വന്നു. ഈ കോവിഡ് സമയത്ത് എത്ര എണ്ണം തട്ടിപ്പോയിട്ട് ഇന്ന് ഞാൻ നിങ്ങളോട് ജീവനോടെ നിൽക്കുന്നത് ദൈവത്തിൻ്റെ കൃപയാണ്. ദൈവത്തിൻ്റെ കൃപയാണ്. അപ്പോൾ നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം വന്നോ ഇല്ലയോ? നിങ്ങൾ ഉദ്ദേശിച്ചതുപോലത്തെ ഉത്തരവല്ല വന്നത്. ദൈവം നിങ്ങളോട് കരുണ ചെയ്തിട്ട് കൃപയാണ് ഉത്തരമായിട്ട് തന്നത്. നിങ്ങൾ ചോദിച്ചതുപോലെ ഉത്തരം തന്നിരുന്നെങ്കിൽ നിങ്ങൾ പിന്നെ എന്തായിത്തീരുമെന്നുള്ളത് ദൈവത്തിന് അറിയാം. അതുകൊണ്ടാണ് ദൈവം കരുണ ചെയ്തിട്ട് ദൈവം കൃപ തന്ന് എന്നെ നിങ്ങൾ നിർത്തിയിരിക്കുന്നത്. ഒരു സ്തോത്രം പറഞ്ഞാട്ട് പ്രിയപ്പെട്ട, സ്തോത്രം പറഞ്ഞാട്ട്. അടുത്ത വാക്യം, എൻ്റെ കൃപ നിനക്ക് മതി, എൻ്റെ ശക്തി ബലഹീനതയിൽ തികഞ്ഞു വരുന്നു. എൻ്റെ ശക്തി ബലഹീനതയിൽ തികഞ്ഞു വരുന്നു. മൈ സ്ട്രെങ്ത് ഷോസ് ബെസ്റ്റ് ഇൻ വീക്ക്നെസ്. ചില മരുന്ന് കഴിക്കുമ്പം അതിൻ്റെ കുപ്പിയിൽ എഴുതിയിട്ടുണ്ട്
വെറും വയറ്റിൽ കഴിച്ചാൽ നല്ലത്. അതിൻ്റെ അർത്ഥം ഭക്ഷണം കഴിച്ചിട്ട് വേണമെങ്കിലും കഴിക്കാം, പക്ഷെ വെറും വയറ്റിൽ കഴിച്ചാൽ അതാണ് നല്ലത്. റിസൾട്ട് നല്ലത് അപ്പോഴായിരിക്കും. ചില ബ്ലഡ് ടെസ്റ്റിന് പോകുമ്പോൾ പറയും ഫാസ്റ്റിങ്ങിലാണെങ്കിൽ നന്നായിരിക്കും, അല്ലെങ്കിൽ കുഴപ്പമില്ല എടുക്കാം, പക്ഷെ ക്ലിയർ റിസൾട്ട് ഫാസ്റ്റിങ്ങിലുണ്ട്, വെള്ളം പോലും കുടിക്കാതെ വരണം എന്ന് പറയുന്ന പോലെ ദൈവത്തിൻ്റെ ശക്തി എന്നിൽ കാണണമെങ്കിൽ നല്ലതെപ്പോഴാ? ബലഹീനമായിരിക്കുമ്പോഴാണ് ഇത് കാണുന്നത്. മനസ്സിലായ പ്രിയപ്പെട്ടവരെ? ഇന്ന് ഈ ഒരു സത്യം നിങ്ങൾ പഠിച്ചിട്ട് പോകണം. എന്നെ കേൾക്കുന്ന എല്ലാവരും ദയവായി എവിടെ ഇരിക്കുന്നെങ്കിൽ ഈ ഒരു സത്യം ദൈവവചനത്തിൻ്റെ സത്യമാണ്, ഇത് മനസ്സിലാക്കണം. അടുത്തത് അതുകൊണ്ട് അതിൻ്റെ കൂടെ ആകയാൽ ക്രിസ്തുവിന്റെ ശക്തി എൻ്റെ മേൽ ആവസിക്കേണ്ടതിന് ഞാൻ അതിസന്തോഷത്തോടെ എൻ്റെ ബലഹീനതകളിൽ പ്രശംസിക്കും. ക്രിസ്തുവിന്റെ ശക്തി എന്നിൽ ആവസിക്കേണ്ടതിന്, വന്നു പോയിരിക്കാനല്ല, ആവസിക്കേണ്ടതിന്. അപ്പോൾ ഈ ശക്തി എന്നിൽ നിരന്തരം ഉണ്ടാവണമെങ്കിൽ എൻ്റെ ബലഹീനതയെ ഞാൻ എന്ത് ചെയ്യണം? അത് അങ്ങ് സഹിക്കണമെന്നല്ല, പ്രശംസിക്കണം. ബലഹീനതയിൽ ആരെങ്കിലും പ്രശംസിക്കൂ? പക്ഷെ ബൈബിൾ പറയുന്നത് പ്രശംസിക്കണം. അതുകൊണ്ടാണ് 10-ാം വാക്യം, അതുകൊണ്ട് ഞാൻ ക്രിസ്തുവിന് വേണ്ടി ബലഹീനത, കയ്യേറ്റം, ബുദ്ധിമുട്ട്, ഉപദ്രവം, ഞെരുക്കം എന്നിവ സഹിപ്പാൻ ഇഷ്ടപ്പെടുന്നു. അടുത്തത് ബലഹീനനായിരിക്കുമ്പോൾ തന്നെ ഞാൻ ശക്തനാകും. ആമേൻ. ഇതാണ് this is the beauty of Christian life. I am weak, I am still weak. ഷുഗർ മാറിയോ? ഇല്ല. BP കുറഞ്ഞോ? ഇല്ല. പ്രശ്നമൊക്കെ അതുപോലെയൊക്കെ ഉണ്ട്. പക്ഷേ ഇൻ സ്പൈറ്റ് ഓഫ് ഹൗ വീക്ക് ഐ ആം, ഐ എം സ്റ്റിൽ സ്ട്രോങ്. എത്ര പേർക്ക് പറയാൻ കഴിയും എന്നെ നീ ബലഹീനനായി തന്നെ നിർത്തിയിരിക്കുന്നതിനായിട്ട് സ്തോത്രം? ഇന്നത്തെ പുതിയ തിയോളജിൻസ് പറയും ഞാൻ ഈ പറഞ്ഞത് നെഗറ്റീവ് കൺഫെഷനാണെന്ന്. എൻ്റെ അസുഖം മാറിപ്പോകാത്തതിനായിട്ട് സ്തോത്രം. എൻ്റെ ബലഹീനതയിലാണ് ഞാൻ ദൈവത്തിൻ്റെ ശക്തി അനുഭവിക്കുന്നത്. അത് ഞാൻ അനുഭവിക്കുക മാത്രമല്ല, മറ്റുള്ളവരും ആ ശക്തി കണ്ടിട്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ, ദൈവത്തിൽ ആശ്രയിക്കുവാൻ അതൊരു കാരണമാകുമെങ്കിൽ ലോർഡ് ഐ ചൂസ് ടു സ്റ്റേ വീക്ക്. ഞാൻ ബലഹീനനായി തന്നെ ഇരുന്നോളാം. എത്ര പേര് അങ്ങനെ ഒരു തീരുമാനമെടുക്കും? കർത്താവിനച്ഛൻ്റെ അടുത്ത ഭാഗം നമുക്ക് അടുത്ത ആഴ്ച നോക്കാം. വിശക്കുന്നു ഇങ്ങനെയൊക്കെ പറയുന്നൊരു പാസ്റ്റർ ഇവിടെ കാണുമല്ലേ? നിങ്ങൾക്ക് പറയാൻ പറ്റത്തില്ല, എൻ്റെ മൈക്കുള്ളതുകൊണ്ട് ഞാൻ നിങ്ങൾക്കും വേണ്ടി പറഞ്ഞതേ ഉള്ളൂ. കഷ്ടതയെ നമ്മൾ ഇതുവരെ കണ്ടതുപോലെയല്ല നമ്മൾ ഇന്നു മുതൽ കാണേണ്ടത്. കഷ്ടത ഒരു ശിക്ഷയാണ്, കഷ്ടത ഒരു ശാപമാണ് എന്നാണ് പലപ്പോഴും നമ്മൾ ധരിച്ചു വച്ചിരിക്കുന്നത്. പക്ഷേ കഷ്ടത ഒരു ശിക്ഷയല്ല, കഷ്ടത ഒരു ശാപവുമല്ല. കഷ്ടത എന്നെ ഒന്ന് താഴ്ത്തി എന്നെ പരീക്ഷിക്കുന്ന ഒരു പ്രോസസ്സാണ്. പക്ഷെ പ്രശ്നം അതിൽ ഞാൻ എങ്ങനെ റെസ്പോണ്ട് ചെയ്യും എന്നുള്ളതാണ് വിഷയം. 2, ഞാൻ ആ കഷ്ടതയിൽ എങ്ങനെ റിയാക്ട് ചെയ്തു എന്നുള്ളതാണ്. നമ്മുടെ ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തർക്കും എന്തെങ്കിലും തരം കഷ്ടതകളുണ്ട്. നിങ്ങൾക്ക് നിങ്ങളുടെ കഷ്ടത, എനിക്ക് എൻ്റെ കഷ്ടത, നമുക്ക് എല്ലാവർക്കും കഷ്ടതയുണ്ട്. ആ കഷ്ടത ചിലപ്പോൾ നമ്മളെ അങ്ങ് താഴ്ത്തിക്കെട്ടുന്ന കഷ്ടതയായിരിക്കും, ചിലപ്പോൾ നമ്മളെ അങ്ങ് അപമാനിക്കുന്ന കഷ്ടതയായിരിക്കും. എനിക്കിനി തല ഉയർത്തി നടക്കാൻ കഴിയത്തില്ല എന്ന് പറയുന്ന പോലെയുള്ള ഹ്യൂമിലിയേഷൻ ആയിരിക്കാം. പക്ഷേ ആദ്യത്തെ ആ വാക്യങ്ങൾ പറഞ്ഞേ, മോശ എന്താ പറഞ്ഞത്? താഴ്ത്തി പരീക്ഷിച്ച് പിന്നീട് നന്മ ചെയ്യാൻ. താഴ്ത്തി പരീക്ഷിച്ച് പിന്നീട് നന്മ ചെയ്യാൻ. അങ്ങനെയാണെങ്കിൽ ദൈവമേ, നീ എന്നെ താഴ്ത്തുന്നതിനായിട്ട് സ്തോത്രം, അതിലൂടെ നീ എന്നെ പരീക്ഷിക്കുന്നതിനായിട്ട് സ്തോത്രം. ഈ താഴ്ത്തുക എന്നൊക്കെ പറഞ്ഞാൽ അത് അനുഭവിച്ചാലേ അറിയത്തുള്ളൂ. ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഞാനും ചില വലിയ സമ്മർദ്ദങ്ങളിലൂടെ കടന്നുപോയി. എന്നെ അടുത്തറിയുന്നവർക്കറിയാം പ്രശ്നങ്ങളൊക്കെ എന്താണെന്ന്. ഞാനും വല്ലാണ്ടങ്ങ് വറീഡായി. പക്ഷെ അപ്പോഴപ്പോഴെല്ലാം ഈ ഭാഗം തന്നെ
എന്നോട് ഒരാഴ്ചയായിട്ട് നിരന്തരം സംസാരിച്ച് എന്നെ ധൈര്യപ്പെടുത്തി. ഇത് താഴ്ചയല്ല, ഇത് പരീക്ഷയല്ല, ദൈവത്തിൻ്റെ നന്മ അനുഭവിക്കാൻ വേണ്ടി ഉള്ള ചവിട്ടുപടികളാണ്. അതിനെ താഴ്ചയായിട്ട് കണ്ട് അവിടെ ഇരുന്നായിരിക്കും, അത് പരീക്ഷയായിട്ട് കണ്ട് പരിഭവിച്ചുകൊണ്ടുകൊണ്ട് അവിടെ ഇരിക്കും. പക്ഷെ അവിടെയാണ് കഷ്ടതയിലും പാടുവാൻ, നഷ്ടമതിൽ കൊണ്ടാടുവാൻ. ശക്തി അരുൾക നാഥനെ, ശക്തിയിൽ പൂർണ്ണനാക്കുക. ഭക്തിയിൽ സോറി, ഞാനും ഇപ്പോൾ ശക്തിയുടെ ആളായെന്ന് തോന്നുന്നു. ഭക്തിയിൽ പൂർണ്ണനാക്കുക. എന്തുവാ അവിടുത്തെ പ്രാർത്ഥന? ഉറപ്പിക്കെന്നെ നാഥ, നിറയ്ക്കായെന്നെ ശുദ്ധാത്മാ, ക്രിസ്തൻ മഹത്വത്താലേ ഞാൻ മുറ്റും നിറഞ്ഞു ശോഭിപ്പാൻ, ക്രിസ്തൻ മഹത്വത്താലേ ഞാൻ മുറ്റും നിറഞ്ഞു ദൈവത്തിന് എത്ര പേര് സമർപ്പിക്കും? കഷ്ടതയിലും പാടുവാൻ, നഷ്ടമതിൽ കൊണ്ടാടുവാൻ, ശക്തിയരുൾക നാഥനെ, ഭക്തിയിൽ പൂർണ്ണനാക്കുക. ശക്തിയരുൾക നാഥനെ, ഭക്തിയിൽ പൂർണ്ണനാക്കുക. ഉറപ്പിക്കെന്നെ നാഥ, നിറയ്ക്കായെന്നെ ശുദ്ധാത്മാ, ക്രിസ്തൻ മഹത്വത്താലേ ഞാൻ മുറ്റും നിറഞ്ഞു ശോഭിപ്പാൻ, ക്രിസ്തൻ മഹത്വത്താലേ ഞാൻ മുറ്റും നിറഞ്ഞു ശോഭിപ്പാൻ. എഴുന്നേൽക്കാം. യേശുവിൻ കൂടെ താഴുവാൻ, യേശുവിൻ കൂടെ വാഴുവാൻ, യേശുവിൽ നിത്യം ചേരുവാൻ, ഇവയെ കാക്ഷിക്കുന്നു ഞാൻ. യേശുവിൽ നിത്യം ചേരുവാൻ, ഇവയെ കാക്ഷിക്കും. എല്ലാ കരങ്ങളും ഉയർത്തി. ഉറപ്പിക്കെന്നെ നാഥ, നിറയ്ക്കായെന്നെ ശുദ്ധാത്മാ, ക്രിസ്തൻ മഹത്വത്താലേ ഞാൻ മുറ്റും നിറഞ്ഞു ശോഭിപ്പാൻ, ക്രിസ്തൻ മഹത്വത്താലേ ഞാൻ മുറ്റും നിറഞ്ഞു ശോഭിപ്പാൻ. ഹല്ലേലൂയ. നമ്മൾ പ്രാർത്ഥിച്ച ആ പ്രാർത്ഥന, നിന്റെ ശക്തി എനിക്ക് അരുളുക, അങ്ങയുടെ മഹത്വത്താൽ ഞാൻ നിറഞ്ഞ് ശോഭിക്കട്ടെ. ആ ശക്തി എന്നിൽ വരുമ്പോൾ മഹത്വം കൊണ്ട് നമ്മൾ ശോഭിക്കും, ഉറപ്പാണ്. പക്ഷേ ആ ശക്തി എങ്ങനെ ലഭിക്കുമെന്ന് ചോദിച്ചാൽ, എൻ്റെ ബലഹീനതയിലാണ് ശക്തി തികഞ്ഞു വരുന്നത്. Will you be willing to be reduced to weakness? That shows your total dependency on the Lord. ഞാൻ കർത്താവിൽ പൂർണ്ണമായി ആശ്രയിക്കുന്നു. പൂർണ്ണമായി. എനിക്ക് ശക്തി ഇല്ല, എനിക്കിനി ഒട്ടും ശക്തിയില്ല. അവസാനത്തെ തുള്ളി ശക്തിയും ചോർന്ന് പോയാലെങ്ങിരിക്കും, ഒരു വെറും പാത്രമായി എങ്ങിരിക്കും. പക്ഷെ ആ വെറും പാത്രത്തിലാണ് ശക്തി നിറച്ചു തരുന്നത്. അല്പമെങ്കിലും ആ പാത്രത്തിൽ വേറെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിന്നങ്ങ് ചോർത്തി കളഞ്ഞേക്ക്. അതങ്ങ് കമിഴ്ത്തി, അതങ്ങ് പോട്ടെ.
മനസ്സിൽ നിൽക്കുന്ന കയ്പും വെറുപ്പും കോപവും വിദ്വേഷവും പകയും എല്ലാം ഒന്ന് ഒഴിച്ചു കളയാം. എന്നിട്ട് ആ ദൈവശക്തി നമുക്കൊന്ന് പ്രാപിക്കാം. കർത്താവേ, എൻ്റെ ഉള്ളത്തെ അവിടെ നിന്ന് നിറയ്ക്കണമേ, ശക്തിയാൽ നിറയ്ക്കണമേ. പക്ഷെ ശക്തിയാൽ നിറയുന്നതിന് മുമ്പ് ഞാൻ ബലഹീനനാകണമെന്ന് കർത്താവെ ഞാനിന്ന് കേട്ടു വചനത്തിലൂടെ. അതിന് നീ എന്നെ സഹായിക്കണമേ എന്ന് എല്ലാവരും ഒന്ന് പ്രാർത്ഥിച്ചാട്ടെ. I want all of you to pray. Thank you, Lord, that I am strong when I am weak, Lord. എല്ലാവരും ഈ ബലഹീനതയെ, ലോകം മുഴുവൻ ബലഹീനതയെ അതൊരു കുറവായിട്ടോ നഷ്ടമായിട്ടോ ശാപമായിട്ടോ ശിക്ഷയായിട്ടോ കാണുമ്പോൾ ഒരു ദൈവ പൈതലിന് തൻ്റെ ബലഹീനത പൗലോസ് പറഞ്ഞല്ലോ പ്രശംസിക്കത്തക്ക ഒരു വിഷയമാണ്. ഇന്നു മുതൽ പ്രശംസിച്ചോണം. ദൈവകൃപ തന്ന ദൈവം. നമ്മൾ ഡയബറ്റിക് ആണ്, ദൈവകൃപ തന്നില്ലേ? BP ഉണ്ട്, ദൈവകൃപ തന്നില്ലേ? ക്യാൻസർ സർവൈവേഴ്സ് അല്ലേ ഇവിടെ പലരും, ദൈവം കൃപ തന്നില്ലേ? കോവിഡ് വാക്സിൻ 2, 3 ഒക്കെ എടുത്തവരല്ലേ നിങ്ങൾ? ഞാനും എടുത്ത് 2 വാക്സിൻ, 2 വട്ടം കോവിഡും വന്നു. അതിൻ്റെ അർത്ഥം വാക്സിൻ അല്ല നമ്മളെ രക്ഷിച്ചത്, കർത്താവിൻ്റെ കൃപയാണ് നമ്മളെ ഇതുവരെ നിർത്തിയത്. എല്ലാവരും സ്തോത്രം ചെയ്താട്ടെ. കർത്താവെ സ്തോത്രം ചെയ്യുന്നു. ദൈവകൃപയ്ക്കായിട്ട് ഞങ്ങൾ നന്ദി പറയുന്നു. നന്ദി പറഞ്ഞ് സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളെ ഇതുവരെ നിർത്തിയത് ദൈവകൃപ, ഇനി ഞങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകുന്ന ദൈവകൃപ. കൃപയല്ലാതെ ഞങ്ങൾക്ക് ഒന്നും വേണ്ട. കൃപയിൽ കർത്താവെ ഞങ്ങൾ പ്രശംസിക്കട്ടെ, കൃപയിൽ ഞങ്ങൾ പുകഴട്ടെ കർത്താവെ. ഓ കൃപ മതി, എന്നാലും ഞങ്ങൾക്ക് കൃപ മതി കർത്താവെ. ഹല്ലേലൂയ. ആ കൃപയിൽ ആശ്രയിക്കട്ടെ കർത്താവെ. ആ കൃപയിൽ ഞാൻ ആനന്ദിക്കട്ടെ കർത്താവെ. വൈരികൾ വരട്ടെ കർത്താവെ, എതിർപ്പുകൾ വരട്ടെ, അവിടെ എല്ലാം കൃപ എന്നെ നിലനിർത്തും, കൃപ എന്നെ നടത്തും, കൃപ എന്നെ കൊണ്ട് എത്തിക്കും എന്നുള്ള ബോധ്യം കൊണ്ട് എന്നെ നീ അവിടെ നിറച്ചുകൊണ്ട് നയിക്കണമേ എന്ന് എല്ലാവരും പ്രാർത്ഥിച്ചാണ്. ആമേൻ. കർത്താവെ, നീ കേൾപ്പിച്ച ദൈവവചനത്തിനായിട്ട് സ്തോത്രം. ഈ വചനം ഏറ്റെടുക്കുവാനുള്ള കൃപ, ഈ വചനം നല്ല നിലത്ത് വീണ വിത്ത് പോലെ നല്ല ഹൃദയത്തിൽ ഇത് സംഗ്രഹിച്ച് തക്ക സമയത്ത് ഈ കേൾക്കുന്ന വചനം ഫലം കായ്ക്കുവാൻ ഞങ്ങൾക്ക് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വചനം കേട്ട എല്ലാവരെയും അടിയങ്ങളും അനുഗ്രഹിച്ച് അയക്കുന്നപ്പാ. ഈ ഒരാഴ്ച കർത്താവെ ഞങ്ങൾക്ക് ജീവിക്കുവാൻ ആയുസ് തരുന്നുവെങ്കിൽ ഈ കൃപയിൽ നിറഞ്ഞ് ജീവിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങളുടെ ബലഹീനത ഉള്ളപ്പോൾ തന്നെ ആ ബലഹീനതയെ ഞങ്ങൾ പ്രശംസിച്ചുകൊണ്ട് ആ കൃപയിൽ ആശ്രയിച്ച് ജീവിക്കാൻ ഇടയാക്കണമേ. പ്രാർത്ഥന കേട്ടിരിക്കുക. സ്തോത്രം. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ പിതാവേ. ഇന്ന് കേട്ട ഈ സന്ദേശം തീർച്ചയായിട്ടും നിങ്ങൾക്ക് അനുഗ്രഹമായിരുന്നു ഞങ്ങൾ വിശ്വസിക്കുന്നു. ഒരുപക്ഷെ നിങ്ങൾ ഇതുവരെയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി ഇപ്പം തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഈ സന്ദേശം മറ്റു ചിലർ കൂടി ഒന്ന് ഫോർവേഡ് ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്കിത് അനുഗ്രഹമായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും അത് മറ്റുള്ളവർക്കും ഒരു അനുഗ്രഹമായി തീരുവാൻ അത് കാരണമായി തീരും. ഗോഡ് ബ്ലെസ് യു.